ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ ഇന്ന് നമ്മൾ മൈൻഡ്ഫുൾനെസിന്റെ മറ്റൊരു ഹോളിസ്റ്റിക് മൈൻഡ്ഫുൾനെസിന്റെ മൂന്നാമത്തെ സെഷൻ നമ്മൾ കേൾക്കാൻ പോവുകയാണ്. കഴിഞ്ഞ രണ്ട് സെഷനിലും എങ്ങനെയാണ് മൈൻഡ്ഫുൾനെസ് ഹോളിസ്റ്റിക് ആയി ചെയ്യുന്നത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. ഒരു അഡീഷണൽ സെഷനും കൂടെ ഇതിനെക്കുറിച്ചും നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിവാരണം ചെയ്യാനും ഒക്കെ ആയിട്ട് ലങ്കോ സാറിൽ നമുക്ക് കേൾക്കാം. സോ നിങ്ങൾ എല്ലാവരെയും ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്തു. അതോടൊപ്പം ലങ്കോ സാറിനെയും ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലങ്കോ സാർ, യു ആർ വെൽക്കം. Thanks a lot for giving me an opportunity to talk about mindfulness, sir. Thank you. And thanks each one of you for accepting me to give some messages on mindfulness. And mindfulness എന്ന് പറയുന്നത് നമ്മൾ 1976 ജോൺ കബട്സിൻ എന്ന് പറയുന്ന ഒരു മാസച്ചൂസെറ്റ്സ് യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു സയന്റിസ്റ്റ് കൊണ്ടുവന്ന ഒരു വേർഡാണ്. ഹി ഹാസ് കോയിൻഡ് മൈൻഡ്ഫുൾനെസ്. മൈൻഡ്ഫുൾനെസ് അതിന് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ 100% ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ മെഡിറ്റേറ്റീവ് വേർഡുകൾ മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. ഈ ജോൺ കബട്സിൻ എന്ന് പറഞ്ഞ ആള് പഠിച്ച ഒരു മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ആ പ്രാക്ടീസ് ഒരു കൊറിയൻ ബുദ്ധിസ്റ്റ് മോങ് ആയ തിക് നാട്ട് ഹാ എന്ന് പറഞ്ഞ ഒരു മോങ്കിടത്താണ് അദ്ദേഹം ശിഷ്യത്വം വഹിച്ചു. അവിടെ നിന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് പോയി. അതിൽ പുള്ളിക്ക് കുറേ ഗുണങ്ങൾ കിട്ടിയതായിട്ട് മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ സൊസൈറ്റിയിൽ ഒരു മനുഷ്യൻ ജീവിക്കാൻ നന്നാകണമെങ്കിൽ അല്ലെങ്കിൽ മനുഷ്യനായിട്ട് ജീവിക്കണമെങ്കിൽ എന്ത് വേണമെന്ന് ആ ഗുരു പഠിപ്പിച്ചു തന്നത് പുള്ളിക്കാരൻ 100% ഉൾക്കൊണ്ട് പ്രാക്ടീസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലിയിൽ ഒരുപാട് ചേഞ്ചസ് പോസിറ്റീവായിട്ട് സംഭവിച്ചത് മനസ്സിലായിക്കൊണ്ട് അദ്ദേഹം തിരിച്ച് മാസച്ചൂസെറ്റ്സ് യൂണിവേഴ്സിറ്റിയിൽ പോയി അദ്ദേഹത്തിൻ്റെ പണി തുടങ്ങിയപ്പോൾ he was ever thinking on how to introduce this particular meditation with the patients of US. അപ്പം അവിടെയെല്ലാം ഈ ഹിന്ദുയിസം അല്ലെങ്കിൽ ബുദ്ധിസം അതല്ലെങ്കിൽ ഈസ്റ്റേൺ ഏഷ്യൻ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അത് പ്രീ ജഡ്ജ്മെന്റ് ആയിട്ട് അവരെല്ലാം റിജക്ട് ചെയ്യും. അപ്പം ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ മുകളിലുള്ള ഗാർണിഷിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം മാറ്റിയിട്ട് അതിൻ്റെ അകത്തുള്ള കോർ ഐറ്റത്തിന് സയന്റിഫിക്കലി അദ്ദേഹം മീൻസ് ഈ ബുദ്ധിസ്റ്റ് മോങ്ക് വാട്ട് ആക്ച്വലി സയന്റിഫിക്കലി വി ആർ ട്രൈയിങ് ടു ടേൺ അവർ മൈൻഡ്, വാട്ട് ആർ വി ഡൂയിങ് ഇറ്റ്. അവിടെയാണ് ഈ അമിഗ്ഡല, ഹൈജാക്ക്, ഫ്ലൈറ്റ് ഫൈറ്റ് ആർ ഫ്രീസ് എന്ന് പറയുന്ന മോഡുകൾ ഇതെല്ലാം അവരുടെ തിയറിയിൽ പഠിപ്പിച്ചു കൊടുത്തതെല്ലാം കോർ മാത്രം എടുത്ത് പ്യൂർ സയന്റിഫിക് എസൻസ് ആയിട്ട് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ തിരിച്ചു കൊണ്ടുവന്ന ഒരു പ്രക്രിയയാണ്. അതിൻ്റെ മുകളിൽ കോയിനിങ് ചെയ്ത ഒരു വാക്കാണ് മൈൻഡ്ഫുൾനെസ്. അതർവൈസ് നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ബട്ട് മൈൻഡ്ഫുൾനെസ് 1976 അദ്ദേഹം തുടങ്ങി. 1983-85 കാലഘട്ടങ്ങളിൽ വെസ്റ്റേൺ കൺട്രീസിൽ വന്ന് 1989 പല കോർപ്പറേറ്റ് കമ്പനികളും അത് കണ്ടെത്തി. 2013-19 കാലഘട്ടങ്ങളിൽ UK ഒരുപാട് വികസിപ്പിച്ച് UK സ്കൂളുകളിൽ 2019 ഒരു സബ്ജക്റ്റായിട്ട് നമ്മൾ ഇവിടെ ഫിസിക്സും കെമിസ്ട്രിയും അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റഡീസ് പഠിക്കുന്ന പോലെ മൈൻഡ്ഫുൾനെസ് ഒരു സബ്ജക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാനും തുടങ്ങി. അതിൻ്റെ റീസൺ എന്താന്ന് പറഞ്ഞാൽ APJ അബ്ദുൽ കലാം പറഞ്ഞത് നമ്മൾ ഒരു നാടിനെ നന്നാക്കണമെങ്കിൽ നമ്മൾ ഇപ്പോഴുള്ള ആൾക്കാരെ നന്നാക്കാൻ ശ്രമിച്ചിട്ട് ഒന്നും വലിയ കാര്യമല്ല. സ്റ്റാർട്ട് വിത്ത് യങ്സ്റ്റേഴ്സ് ആർ കിഡ്സ് ബൈ വിച്ച് ആഫ്റ്റർ 10 years, ആഫ്റ്റർ 20 years യു വിൽ ഹാവ് എ ബ്രൈറ്റ് ആൻഡ് ഫ്യൂച്ചർഫുൾ ജനറേഷൻ. അവരുടെ അടുത്ത് ആദ്യത്തെ കാലങ്ങളിൽ പറഞ്ഞു കൊടുക്കാമെന്ന്. ഇതേപോലെ ഈ തിയറിയെ അവർ ഉൾക്കൊണ്ടതായിരിക്കും UK മൈൻഡ്ഫുൾനെസ്സിന്. UK മാത്രമല്ല US ഉണ്ട് ഇപ്പോൾ. അവിടെയെല്ലാം മൈൻഡ്ഫുൾനെസ്സിനെ ഒരു മെയിൻ സബ്ജക്റ്റ് ആയിട്ട് എടുക്കാൻ തുടങ്ങി. അങ്ങനെ ആകുമ്പോൾ നമ്മൾ രാവിലെ എഴുന്നേച്ചാൽ പല്ല് തേക്കുന്നതും ചായ കുടിക്കുന്നതും ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ എല്ലാവരും വാക്കിംഗ് പോകുന്നത് പോലെ മൈൻഡ്ഫുൾനെസ് എന്ന് ഒരു പ്രാക്ടീസ് ചെയ്തു തുടങ്ങുക എന്ന് പറഞ്ഞ് എല്ലാവരെയും പഠിപ്പിച്ചു കൊണ്ടുപോയ ഒരു കാലമാണ്. ബട്ട് ഇന്ത്യയിൽ ഇപ്പോഴും പല ആൾക്കാർക്കും എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ആൾക്കാർക്കും മൈൻഡ്ഫുൾനെസ് എന്ന വാക്കുകൾ ഓവറായിട്ട്
ഉപയോഗിക്കുന്നുണ്ട്. അത് എനിക്ക് ഒരു ശരിക്കും ഒരു കൗതുകം തോന്നുന്നു. എല്ലാ സ്ഥലങ്ങളിലും എന്ത് പറഞ്ഞാലും, എവിടെ പറഞ്ഞാലും, പൊളിറ്റിക്സിലാകട്ടെ, സയൻസിലാകട്ടെ, അല്ലെ വെറുതെ ഒരു ട്രെയിനിങ്ങിലാകട്ടെ, എല്ലാവരും പറയും മൈൻഡ്ഫുൾനെസ് എന്ന്. അപ്പം മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നതിന് ആ വാക്കിന് എക്സ്ട്രാ വെയിറ്റേജ് കിട്ടുന്നെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. ആ വെയിറ്റേജ് എന്തുകൊണ്ട് കിട്ടുന്നത്? മൈൻഡ്ഫുൾനെസ് ഈസ് റിയലി എ ഫണ്ടാസ്റ്റിക് പ്രോസസ് വിച്ച് കൺവേർട്സ് ഹ്യൂമൻ ടു ബി എ റിയൽ ഹ്യൂമൻ. നമ്മൾ ഇപ്പോൾ എല്ലാവരും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും എടുക്കുന്നതും ഈ കാലചക്രമ്പോൾ ഓരോരോ രീതിയിൽ ഈ പണ്ട് എത്തിക്കൽ സിസ്റ്റം കറക്റ്റ് ആയിരുന്നു. എത്തിക്കൽ സിസ്റ്റം കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഞങ്ങളുടെ നാട്ടില് കേരള ദേശത്തിൽ ഉണ്ടായിരുന്നോ ഇല്ലെന്നറിയില്ല, ആണുങ്ങളെല്ലാം കല്യാണം കഴിയുമ്പോൾ കാലിൽ മിറ്റി എന്ന് ഒരു സാധനം ഇടും, ഒരു റിങ് ഇടും. സ്ത്രീകളെല്ലാം ഇവിടെ തിലകം വെക്കണം. മറ്റേ ഇവിടെ ഈ മുടിയുടെ ഇതിൽ ചുമന്ന തിലകം അവർ വെക്കും. അത് എന്തിനാണെന്ന് ആരെങ്കിലും പറയാൻ പറ്റുമോ? ഭർത്തൃമതിയാണെന്ന് പറയുകയാണ് എന്നാണ് എനിക്ക് അല്ല, അത് തോന്നുന്നത്. പറയുന്നത് കൊണ്ട് എന്താണ് സാർ? അല്ല, കറക്റ്റ് ആണ് സാർ, യു ആർ 100% റൈറ്റ്. ബട്ട് ബൈ സേയിങ് ദാറ്റ് എന്താണ് ഗുണം? ഭർത്താവിന് വേണ്ടിയിട്ട് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. ഭർത്താവിന്റെ അതിനെക്കാട്ടിലും ഒരു സ്റ്റെപ്പ് കൂടുതലാണ് മാം. ഒരു സ്ത്രീ പ്രൊട്ടക്ഷൻ ആണോ സാർ? പ്രൊട്ടക്ഷൻ ഇല്ല, ഒരു സ്ത്രീ ചുമന്ന ഇവിടെ തിലകം ഇട്ടുകൊണ്ട് വന്നാൽ ഷീസ് ആൾറെഡി റിസർവ്ഡ്, മാരീഡ്. സോ ജെന്റിൽമാൻ, യു ആർ നോട്ട് സപ്പോസ് ടു ലുക്ക് അറ്റ് ദാറ്റ് ലേഡി. ഇതാണ് ആക്ച്വൽ ഒരു സിംബോളിക് ഇൻറ്റിമേഷൻ. സിംബോളിക് ഇൻറ്റിമേഷനിൽ അവൾ മാരീഡ് ആണെന്ന് പറഞ്ഞാൽ വേറെ ഒരു മനുഷ്യനും അവളെ നോക്കാൻ പാടില്ല. ഷീ ഈസ് റിസർവ്ഡ്. മീൻസ് അവര് വേറൊരു അന്യ പുരുഷന്റെ ഒരു അസറ്റായിട്ട് മാറിയിരിക്കുകയാണ്. അതേപോലെ ആണുങ്ങൾ മാരേജ് കഴിഞ്ഞ ആണുങ്ങളുടെ കാലില് ഒരു റിങ് ഇട്ടിരിക്കും, വിരലില്. ആ വിരലിലിടുന്ന റിങ് എന്ന് പറഞ്ഞാൽ അതിനെന്ത് പറയും, എനിക്ക് മറന്നു പോയിപ്പോഴും. മിറ്റി. ആ സാറേ, അത് ഇവിടെ സ്ത്രീകൾ ഇടുന്നുണ്ട് സാറേ. അല്ല, ഇവിടെ മാഡം ഇപ്പോൾ എല്ലാ സ്ഥലത്തും സ്ത്രീകളാണ് ഇടുന്നത്. അത് ആദ്യത്തെ കാലഘട്ടങ്ങളിൽ ആണുങ്ങളാണ് ഇട്ടുകൊണ്ടിരുന്നത്. മിഞ്ചി അല്ല മിട്ടി എന്ന് പറയും. ആ സാധനം ഇട്ടിരുന്നാൽ സ്ത്രീകൾ എപ്പോഴും താഴെ നോക്കിയാണ് നടക്കുന്നത്. മെയിനായിട്ട് അവർ ഭവ്യതയോടെ നടക്കുമ്പോൾ ഒരാളുടെ കാലിൽ കാണുമ്പോൾ അവന്റെ കാലിൽ, ഓ ദിസ് ബോയ് ഈസ് എ മാരിഡ് ബോയ്, ദെൻ ഐ ആം നോട്ട് സപ്പോസ് ടു സെഡ്യൂസ് ഹിം ഓർ ഐ ആം നോട്ട് സപ്പോസ് ടു ലുക്ക് അറ്റ് ഹിം എന്ന് പറഞ്ഞ് ഒരു എത്തിക്കൽ സിസ്റ്റം ഉണ്ടായിരുന്നു. എത്തിക്കൽ സിസ്റ്റത്തിൽ പറഞ്ഞിരിക്കാൻ ഞാൻ വേറൊരാളാണ്, പ്രശ്നം വരാൻ പാടില്ല, ഐ ആം ആൾറെഡി മാരീഡ് എന്ന് ഒരു ആണിനെ സ്ത്രീകളുടെ മുമ്പിൽ കാണിക്കാനും ഒരു സ്ത്രീയെ ആണുങ്ങളുടെ മുമ്പിലും കാണിക്കാനും ഒരു സിംബോളിക് സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പൊ എത്തിക്സിൽ കൂടെ നമ്മളെല്ലാം പോകായിരുന്നു. ഓക്കെ, ദെൻ ഐ ആം നോട്ട് സപ്പോസ് ടു സീ ഈവൻ ദാറ്റ് ഗേൾ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം. ഇപ്പോഴങ്ങനല്ല. ഇപ്പൊ എത്ര മാരീഡ് ആണ് എന്താണെങ്കിലും കളിപ്പിക്കാനോ അല്ല ജോക്ക് പാസ് ചെയ്യാനുള്ളത് ആര് വേണമെങ്കിലും ജോക്ക് പാസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ വേറെ കാര്യങ്ങൾ, അത് പോട്ട്. അപ്പൊ നമ്മൾ ആ എത്തിക്കൽ സിസ്റ്റത്തിൽ നിന്ന് പതിയെ ഇങ്ങോട്ട് മാറി വേറൊരു ഏരിയയിലോട്ട് വരുമ്പോൾ ആ സൊസൈറ്റിയെ കൺട്രോളിങ് സിസ്റ്റത്തിലിരുന്ന് ചെറിയ പ്രശ്നങ്ങൾ വന്നു. പണ്ട് പോലീസ് ഒരു 10-30 വർഷത്തിന് മുമ്പ് പോലീസ് മൈക്ക് വെച്ച്, ഓക്കെ, ആൾക്കാരെല്ലാം രാത്രി 7 മണിക്ക് ശേഷം പുറത്ത് വരാൻ പാടില്ല, ഞങ്ങൾ ഇവിടെ 144 പ്രഖ്യാപിച്ചിരിക്കുകയാണ്, അത് കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിനകത്ത് കയറിക്കൊള്ളെന്ന് പറഞ്ഞാൽ എല്ലാവരും കയറിയിരിക്കും, ഒരാളും പുറത്ത് വരത്തില്ല. മീൻസ് ദി പീപ്പിൾ വർ അഡറിങ് ടു റൂൾ ഓഫ് ദ ലോ. ഇപ്പോൾ അങ്ങനെ ആരും ഒരു സ്ഥലത്തും ഇല്ല. എല്ലാ സ്ഥലത്തും അതിന് നമ്മൾ എങ്ങനെ വളച്ചൊടിക്കാമെന്ന് നോക്കുമ്പോൾ ഹ്യൂമൻ ബ്രെയിൻ ഗോട്ട് ഡിഫറെന്റ് ന്യൂറൽ നെറ്റ്വർക്ക്സ്. പണ്ട് ഇരുന്ന് റെഗുലർ സിസ്റ്റത്തിൽ ഇരുന്ന് നമ്മുടെ ന്യൂറൽ നെറ്റ്വർക്ക്സ് നമ്മൾ മാറ്റി കൊണ്ടുപോകുമ്പോൾ പുതിയ അടവുകളെല്ലാം കണ്ടെത്തുകയാണ്. നമ്മളിപ്പം പണ്ട് കേരളത്തിനകത്ത് ഇടനീളം ട്രിവാൻഡ്രം ടു കാസർഗോഡ് വരെ ക്യാമറ വെച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറ അല്ല, അതിന് മുമ്പിലത്തെ ക്യാമറ പറയാം. അതിന് മുമ്പിലത്തെ ക്യാമറ വെച്ചിരുന്നപ്പോൾ അതിന് ഒരു സോഫ്റ്റ്വെയർ വന്നു, ഇവിടെയൊക്കെ ക്യാമറ ഉണ്ടെന്ന്. നമ്മളത് ഓൺ ചെയ്തിട്ടിട്ട് വണ്ടിയിൽ 80-100 പോയിക്കൊണ്ടിരിക്കുമ്പോൾ കറക്റ്റായിട്ട് ക്യാമറ വരുന്നതിന് 100 മീറ്ററിന് മുമ്പ് പറയും ക്യാമറ ഈസ് അഹെഡ് എന്ന്. അപ്പോൾ അവിടെ മാത്രം വണ്ടി സ്ലോ ചെയ്തിട്ട്, എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുത്തൻ്റെ കൂടെ എറണാകുളം വരെ പോയപ്പോഴാണ് ആ ഡ്രൈവർ പറഞ്ഞത് എനിക്ക് സിസ്റ്റം ഉണ്ടെന്ന്. അത് ഓൺ ചെയ്ത് വെച്ചിരുന്നു. ആക്ച്വലി ക്യാമറ വരുന്നതിന് 100 മീറ്റർ പറയും, 50 മീറ്റേഴ്സ് അഹെഡ്, 40 മീറ്റേഴ്സ് അഹെഡ്, 20 മീറ്റേഴ്സ് യു ആർ ഓവർ ദ ക്യാമറ എന്ന്. ആ ക്യാമറ കഴിയുമ്പോൾ പിന്നെ സ്പീഡ് 120 പിക്കപ്പ് ചെയ്യും. ഇങ്ങനെ നമ്മൾ ഓരോരോ നിയമത്തിനും എങ്ങനെ മറികടക്കും, എങ്ങനെ സൈഡിൽ കൂടെ മീൻസ് വളഞ്ഞ വഴി കൂടെ എങ്ങനെ പോകാമെന്ന് വിചാരിക്കുന്ന ഒരു സമയത്ത്
ഹൗ ടു കം ബാക്ക് ടു നോർമൽസി. ഈ നോർമൽസി എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ഹ്യൂമൻ ലൈഫാണ്. അതായത് കാംനെസ്. സൊസൈറ്റി പീസ്ഫുൾ ആയിരിക്കണമെങ്കിൽ ഈച്ച് ഇൻഡിവിജ്വൽ ഹാസ് ടു ബി കാം. ഇഫ് ഈച്ച് ഇൻഡിവിജ്വൽ ഹാസ് ടു ബി കാം, he has to be not having much of deviation from the social norms. Much of deviation social norms ഇരുന്ന് വരാതിരിക്കണമെങ്കിൽ he should accept himself as a human. ഞാൻ ഒരു മനുഷ്യനാണെന്ന് എനിക്ക് തോന്നുമ്പോൾ, ഞാൻ വേറൊരുത്തനെ അടിക്കുമ്പോൾ പോലും ഒരുപാട് ഹെവിലി മീൻസ് ഒരു സിവിയർ വേദന വരാത്ത രീതിയിൽ അടിക്കണം. ഞാൻ അവനെ ദ്രോഹിക്കാൻ പാടില്ല. ഇങ്ങനെ കുറേ കാര്യങ്ങളിലോട്ട് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സംവിധാനം കൂടെയാണ് നമ്മളെ കാംനെസ്സിലോട്ട് കൊണ്ടുവരുമ്പോൾ. വെൻ ഐ ബിക്കം കാം, മൈ നെയ്ബേഴ്സ് ബിക്കം കാം. എന്നാൽ ഒരാളിന് ഞാൻ തിരിച്ച് റിയാക്ട് ചെയ്യാതിരുന്നാൽ അവർ ഓട്ടോമാറ്റിക്കലി കുറെ കഴിയുമ്പോൾ അവരും തണുത്തു പോകും. അവരും തണുക്കുമ്പോൾ ആ സൊസൈറ്റി കുറച്ചുകൂടെ നന്നാക്കാൻ പറ്റും. അതിൻ്റെ ബേസിക് സ്റ്റെപ്പാണ് സെൽഫ് അവയർനെസ്. സെൽഫ് അവയർനെസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായിരിക്കണം. ഞാൻ ആരാണെന്ന് എനിക്ക് മനസ്സിലാണെങ്കിൽ ഇളങ്കോയ്ക്ക് മനസ്സിലായിരിക്കണം. അപ്പൊ മനസ്സിലാകണമെങ്കിൽ ഐ ഷുഡ് ബി ക്ലിയർ ഓൺ മൈ മൈൻഡ്, മൈ അബൌട്ട് അതേഴ്സ്, അബൌട്ട് സൊസൈറ്റി. അപ്പം എനിക്ക് ഞാൻ എന്നെക്കുറിച്ച് മനസ്സിലാകണമെങ്കിൽ ഐ ഷുഡ് ബി കാം. അപ്പം കാം ആണെങ്കിൽ ഈച്ച് ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. റെസ്പോൺസ് അല്ല, ഈച്ച് ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞ തിയറി നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ നമ്മൾ ഒരു മനുഷ്യൻ ഇളങ്കോ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് ബിഹേവ് ചെയ്താൽ ഇളങ്കോട് അഗേൻസ്റ്റ് അല്ലെങ്കിൽ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആളും വ്യത്യസ്തമായിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ രണ്ടുപേരും ഡീവിയേറ്റഡ് മൈൻഡിലായിരിക്കും. ഡീവിയേറ്റഡ് മൈൻഡഡ് ആകുമ്പോൾ വി വിൽ നോട്ട് ബി ട്രൂത്ത്ഫുൾ ടു ഈച്ച് അതർ എന്ന ഒരു കണ്ടീഷൻ വരാം. അങ്ങനെ വന്നാൽ നാട് വേറൊരു രീതിയിൽ പോകും. പോകാതിരിക്കാൻ വേണ്ടിയും ഈ മൈൻഡ്ഫുൾനെസ് not only making the person or the deviated mind, but also ഓരോരോ പ്രശ്നങ്ങൾ വരുന്നത്. ഞാൻ ഒരു സ്ട്രെസ് റിലീഫ് ക്ലാസ്സിനെ കുറിച്ച് എടുത്തോണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഒരുപാട് സ്ട്രെസ് ഉള്ള ആൾക്ക് ഡയബറ്റീസ് വരാം, ഹൈപ്പർ ടെൻഷൻ വരാം, IBS മീൻസ് ഇറിറ്റേഷണൽ ബൗൾ സിൻഡ്രോം വരാം. ഇങ്ങനെ കുറേ മീൻസ് അവന് ഇല്ലാത്ത അസുഖങ്ങൾ എന്ത് വേണമെങ്കിലും ഇൻക്ലൂഡിങ് അപ് ടു ക്യാൻസർ വരെ വരാമെന്ന് പറയുന്നത്. അല്ല ought to be എന്ന് പറയുന്നില്ല, മസ്റ്റ് എന്നും പറയുന്നില്ല. മേ ബി എന്ന് പറഞ്ഞാൽ അഡീഷണൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വരാനുള്ള ചാൻസ് ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഒരു കാംനെസ്സിൽ ഇല്ലാതിരുന്നാൽ അല്ലെങ്കിൽ സ്ട്രെസ് കൂടുമ്പോൾ അവന് പെട്ടെന്ന് ആ അസുഖം പിക്കപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഡയബറ്റീസിലിരുന്ന് രക്ഷപ്പെടണം, ഹൈപ്പർ ടെൻഷനിലിരുന്ന് രക്ഷപ്പെടണം, നമ്മുടെ ആക്ച്വൽ സ്ലീപ്പ് ഡിസോർഡർ, ഈറ്റിംഗ് ഡിസോർഡർ, ഇങ്ങനെ കുറേ ഡിസോർഡറുകളിൽ നിന്ന് രക്ഷപ്പെടണം. അല്ലെങ്കിൽ നോർമലായിട്ട് ജീവിക്കണമെങ്കിൽ യു ഷുഡ് always feel that you are human, meant to live in a peaceful society with calmness എന്ന് ഒരു തോന്നൽ എനിക്ക് വേണം. ആദ്യം ഞാൻ കാമായിരിക്കണമെങ്കിൽ ഐ ആം നോട്ട് സപ്പോസ് ടു സ്റ്റിർ ദ സൊസൈറ്റി. ഞാൻ എൻ്റെ ഈ സൊസൈറ്റിയെ സ്പൂണിട്ട് ഇളക്കരുത്. അല്ലെങ്കിൽ ഞാൻ ഇളക്കാൻ തുടങ്ങുമ്പോൾ ബാക്കിയുള്ളവർ കല്ലെടുത്ത് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ അടി വയ്ക്കുമ്പോൾ രണ്ടുപേരും ഷർട്ടിന് അങ്ങോട്ടും ഇങ്ങോട്ടും കോളർ പിടിക്കും, പോലീസ് വരും, ലാത്തി ചാർജ് വരും, അല്ലെങ്കിൽ വാട്ടർ ക്യാനോൺ കൊണ്ടുവരും. പിന്നെ പ്രശ്നങ്ങളായി അവിടെ റോഡ് കത്തിച്ച്, വീട് കത്തിച്ച്, KSRTC ബസ്സിനെ കല്ലെറിഞ്ഞ് ഇങ്ങനെ നമ്മൾ പിന്നെ വേൾഡ് വാർ വരെ വരാം. അതൊക്കെ വരാതിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അതിനൊക്കെ എല്ലാം കാംനെസ്സിലോട്ട് വരണമെങ്കിൽ mindfulness is said to be the fantastic tool to ensure each individual lives happily. He ensures the society or that the second person lives happily, or the environment is calm and conducive, means congenial or conducive, whatever you feel it. അപ്പം എൻവയോൺമെന്റ് എപ്പോഴും ഒരാളിനെ സഹായിക്കണമെങ്കിൽ നമ്മൾ ആരും ഒന്നും ഉദ്ദേശിച്ച് നോക്കിയിട്ടില്ല. ഈ നേച്ചർ, NATURE, നേച്ചർ എന്ന് പറയുന്ന സാധനത്തിൽ
ചുമന്ന കളറ്, പച്ച കളറ്, മഞ്ഞ കളറ്, വയലറ്റ് കളറ്, ബ്ലൂ കളറ്, റെഡ് കളർ, ഇങ്ങനെ പല കളറുകളിലുള്ള ഫ്ലവേഴ്സ്, പല കളറിലുള്ള ഫ്രൂട്ട്സ്, പല കളറിലുള്ള ഫ്രൂട്ട്സിന് ഓരോരോ ടേസ്റ്റ്, ഒന്ന് മധുരം, ഒന്ന് കയ്പ്, ഒന്ന് തോർപ്പ്, ഒന്ന് പുളിപ്പ്, ഒന്ന് ഇങ്ങനെ എന്നൊക്കെ ഓരോരോ. ക്യാൻ വി ഇമാജിൻ ഒരു പുളിമരമും ഒരു ആപ്പിൾ മരമും അല്ലെങ്കിൽ അതിനടുത്ത് ഒരു തക്കാളി ചെടിയും വെച്ചിരുന്നാൽ മൂന്നും വിത്തിൻ 100 yardsൽ വളരുമ്പോൾ അത് ദാറ്റ് ഈസ് എ സൊസൈറ്റി. ആ സൊസൈറ്റിയിൽ മൂന്നിനും ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഹൗ ഫണ്ടാസ്റ്റിക് ദ സൊസൈറ്റി ഈസ് ബീൻ മേഡ്. റോയ് സാർ, നമ്മൾ ആരെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ സാർ? ഇത്രയും മീൻസ് ഒരേ മണ്ണ്, ഒരേ വെള്ളം, ഒരേ സൂര്യപ്രകാശം, ബട്ട് ഓരോന്നും ഡിഫറെന്റ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഔട്ട്പുട്ടാണ് നമുക്ക് തരുന്നത്. ഒരു സാധനത്തിന് നാക്കിൽ വെച്ച് നോക്കുമ്പോൾ നല്ല ഇനിപ്പ്, വേറൊന്നിന് തോർപ്പ്, വേറൊന്നിന് കയ്പ്, വേറൊന്നിന് ഉപ്പ്, ഇങ്ങനെ പല സാധനങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പൊ അതിനിടയ്ക്ക് കൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലെങ്കിൽ വാട്ട് ഷുഡ് ഐ ഈറ്റ് എന്ന് പറഞ്ഞാൽ, എനിക്ക് ഒരു ബാലൻസ്ഡ് ജീവിതം വേണമെങ്കിൽ, ബാലൻസ്ഡ് ഡയറ്റ് വേണമെങ്കിൽ, ബാലൻസ്ഡ് ജീവിതത്തിന് വേണ്ടി ബാലൻസ്ഡ് ഡയറ്റിന് വേണ്ടി വാട്ട് ഓൾ ഐ ഷുഡ് ഹാവ് ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുമ്പിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. നേച്ചർ ഹാസ് ഗിഫ്റ്റഡ് യു മെനി തിങ്സ് വിച്ച് വി ആർ നോട്ട് ഗെറ്റിംഗ്, we are not recognizing it, or we are not rightly feeling that nature is giving. അത് അവിടെയാണ് നമുക്കൊരു ചെറിയ പ്രോബ്ലം ഉള്ളത്. Unless we are aware, 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 we will not able to attend to that. ഞാൻ ഒരു ആപ്പിളിനെ കടിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഡേറ്റ് ഫ്രൂട്ട്സ് കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ വാട്ട് എവർ യു കളർ ആൽമണ്ടിനെ കഴിക്കുമ്പോഴോ അല്ല ഒരു തക്കാളിയോ ഒരു ഓണിയനോ കഴിക്കുമ്പോൾ ഓരോന്നിനും ഡിഫറെന്റ് ടേസ്റ്റ് നേച്ചർ തരാൻ ശേഷിയുണ്ട്. അത്രയും എന്നാൽ എൻ്റെ മുമ്പിൽ ഇഷ്ടംപോലെ സാധനങ്ങൾ എന്നെ കണ്ട്യൂസീവ് ആയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട്. How it is possible? When society tries to give me, should I not supposed to give back society something else? Or at least not to disturb the ecological system? ഇങ്ങനത്തെ ഒരു വലിയ തിയറിയിലിരുന്നാണ് മൈൻഡ്ഫുൾനെസ് കണ്ടെത്തപ്പെട്ടത്. ഈ മൈൻഡ്ഫുൾനെസ് എന്താ പറയാൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞാൽ, ബി അവെയർ, അറ്റൻഡ് ടു വാട്ട് യു വാണ്ട് ടു ഡു. ഞാൻ ഇപ്പോൾ ഈ വൈകിട്ട് ഇങ്ങനെ ഈ റൂമിലിരുന്ന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ സാബു സാർ ഇന്നലെ എന്നടുത്ത് റിക്വസ്റ്റ് ചെയ്തപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരന്മാരെല്ലാം പറഞ്ഞ് ശിവാലയ ഓട്ടത്തിന് പോകാൻ പറ്റും മിനിഞ്ഞാന്നും പറഞ്ഞപ്പോൾ ഐ സെഡ് ഫണ്ടാസ്റ്റിക്കലി ഓക്കെ. ബിക്കോസ് ഒരു ഫുൾ നൈറ്റ് ഉണർന്ന് നമുക്ക് ഓടി നടക്കാനും ഒരു ജോവിയൽ ട്രിപ്പായിട്ടും ഐ യൂസ് ടു ഫീൽ ഇറ്റ്. മീൻസ് നമ്മുടെ ബോഡീനെ ഒരു ട്യൂൺ ചെയ്യാനുള്ള ഒരു മാർഗമായിട്ട്, കൺട്രോളിങ് ദ മൈൻഡ് ആൻഡ് ബോഡി ഒരു മാർഗമാണ് ഇതെല്ലാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ യെസ് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു ഇന്ന് എടുക്കുമെന്ന്. ഞാൻ ഐ സെഡ് യെസ്. ബട്ട് എനിക്ക് വന്നപ്പോൾ അതിനകത്ത് ഞാൻ ഒരു ചെറിയ ഒരു പെശക് പറ്റി. ഐ ഡിഡ് നോട്ട് റെക്കോർഡ് ഇറ്റ് ഇൻ മൈ മൈൻഡ്. ദെയർഫോർ ഐ ടുക്ക് അനദർ 3 to 4 minutes ടു ജോയിൻ ബാക്ക്. ഐ എം വെരി സോറി. അല്ലെങ്കിൽ ഞാൻ ഒരു 1.5 minute മുമ്പേ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എപ്പോഴും. അപ്പം ഇതാണ് സൊസൈറ്റിയിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്നത്. സൊസൈറ്റീനെ വി ഷുഡ് റിയലി അറ്റൻഡ് ടു ദാറ്റ് റൈറ്റ്ലി. ഈ അറ്റൻഡ് ചെയ്യുമ്പോൾ മൈൻഡ്ഫുൾനെസ് ഈസ് ദ തേർഡ് വേർഡ്. വാട്ട് ദ തേർഡ് വേർഡ് ഈസ് be truthful to that moment alone. Live in that present. Not to think about the future, not to think about the past. Future is anxiety, past is depression എന്നാണ് സിമ്പിളറായിട്ട് പറയാനുള്ളത്. പഴയകാല കഥകളെല്ലാം നമ്മൾ ഓർത്ത് ഇരുന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ we will again fall into stress, over stress, then further depression. ഫ്യൂച്ചർ ഉള്ള കാലത്തിൽ ഞാൻ എങ്ങനെ ജീവിക്കണം, ഞാൻ എങ്ങനെ വീട് വയ്ക്കണം, ഞാൻ എങ്ങനെ ബാക്കിയുള്ളവരുടെ മുമ്പിൽ ഗമയായിട്ട് നടക്കണം, ഞാൻ എങ്ങനെ എൻ്റെ മോനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം, എങ്ങനെ മോളെ കല്യാണം കഴിപ്പിക്കണം, അവൾക്ക് എന്ത് കാർ വാങ്ങിച്ചു കൊടുക്കണം, എന്ത് വീട് വയ്ക്കണം, അതുകൊണ്ട് പേരെ കൊച്ചിന് ഞാൻ എന്ത് വാങ്ങിച്ചു കൊടുക്കണം, അതിന് എങ്ങനെ 100 കെട്ടിപ്പിക്കണം, അതിന് എന്ത് പേര് വയ്ക്കണം, അവർക്ക് എങ്ങനെ. നമ്മളിങ്ങനെ ഒരു എപ്പോഴും നമ്മുടെ സാമ്രാജ്യം ഒരു സ്വപ്നത്തിൽ കൂടെ മാത്രം കെട്ടിക്കൊണ്ട് we try to forget to live in the present field.
അവിടെയാണ് നമുക്ക് പ്രശ്നം വരുന്നത്. വെൻ വി ലിവ് ഇൻ ദ ഫ്യൂച്ചർ വി ഗെറ്റ് ആങ്സൈറ്റി. ബിക്കോസ് ഓഫ് ആങ്സൈറ്റി വി ഗെറ്റ് ടു മച്ച് ഓഫ് ബോഡി പ്രോബ്ലം. എന്താ ബോഡി പ്രോബ്ലം? ഡിഫറെൻറ്റ് ഹോർമോൺ സിസ്റ്റം വിൽ വർക്ക് ആൻഡ് അൺവാണ്ടഡ് ഹോർമോൺസ് വിൽ സെക്രീറ്റ് മോർ ആൻഡ് നെസസറി ഹോർമോൺസ് മെൻ നോട്ട് പ്രൊഡ്യൂസ് ഇറ്റ്സ് ഔട്ട്പുട്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഐ ആം എ ഹ്യൂമൻ, ഐ ആം സപ്പോസ് ടു ലീവ്. ഞാൻ ഇപ്പോഴത്തെ കാലം ഇപ്പോൾ ജീവിക്കട്ടെ. ജീവിക്കുന്ന സമയത്ത് ഒരു ചെറിയ കാര്യം, ഓക്കെ, വാട്ട് ആം ഐ ഗോയിങ് ടു ഡു ടുമാറോ, അത്രയും ചിന്തിച്ചോളുക. ബട്ട് ഞാനൊരു 10 വർഷം കഴിഞ്ഞ് എന്ത് ചെയ്യും, 100 വർഷം കഴിഞ്ഞ് എന്ത് ചെയ്യും, 50 വർഷം കഴിഞ്ഞ് എന്ത് ചെയ്യും? എൻ്റെ അച്ഛനെ ഞാൻ എന്ത് ചെയ്യണം? 20 വർഷം കഴിഞ്ഞ് അദ്ദേഹത്തിന് അനാഥാശ്രമത്തിൽ കൊണ്ടുവിടണോ, അല്ലെങ്കിൽ ഈ ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടുവിടണോ, അല്ലെങ്കിൽ ഞാൻ എന്നെ ഓൾഡ് ഏജ് ഹോമിനേക്ക് വേണ്ടി ഒരു വീട് പണിയണോ എന്നൊക്കെ ഇങ്ങനെ ഓരോന്നും ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്നതിന് പകരം വി ലീവ് ഇൻ ദ പ്രസന്റ്. ഈ പ്രസന്റിൽ ജീവിക്കുമ്പോൾ വി ക്യാൻ ലിവ് ഇൻ ദ പ്രസന്റ്. It's not much of a problem. But one major problem is mindfulness tell you not to have prejudgment. Prejudgment എന്ന് പറഞ്ഞാൽ മുൻവിധികൾ ഒന്നും ഇല്ലാതെ തന്നെ ജീവിക്കാൻ ശ്രമിക്കുക. മുൻവിധികൾ ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? Is it possible? Theoretically possible. Practically possible? How much you make it possible for you, that much happier you are going to be. ഇല്ല എന്ന് പറഞ്ഞാൽ അഗൈൻ നമ്മൾ ആ ഒരു നൂലിൻ്റെ ഈ കറക്കത്തിന് ഇടയ്ക്ക് കൂടെ പുറത്തു വരാൻ പറ്റില്ല. ഈ സ്നേക്ക് ആൻഡ് ലാഡർ അല്ലെങ്കിൽ ഒരു ക്യാൻ യു കം ഔട്ട് ഓഫ് ദിസ് പർട്ടിക്കുലർ പസിൽ എന്ന് പറയുമ്പോൾ ആ പസിലിന് ഇടയ്ക്ക് കൂടെ കിടന്ന് ഉരുണ്ടോണ്ടിരിക്കുന്ന പോലെ വി വിൽ ബി ഇൻസൈഡ് ദാറ്റ് വേൾഡ് വയർ വി വിൽ ഹാവ് ടു മച്ച് ഓഫ് കൺഫ്യൂഷൻസ്. അപ്പൊ കൺഫ്യൂഷൻ ഇല്ലാതെ ജീവിക്കാൻ ഫസ്റ്റ് aware that you are living in the world where too much of confusion is there, but I will try to live without much of a confusion. Okay, then attend to that type of living. Third, be present to that living and enjoy moment to moment experience. Fourth, do not have prejudgment. ഈ ഡു നോട്ട് ഹാവ് പ്രീ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് മുമ്പിലും പുറകിലും ഒന്നുമില്ലെങ്കിൽ എൻ്റെ ജീവിതം ടേസ്റ്റ്ഫുൾ ആയിരിക്കുമോ എന്ന് പറയാൻ വേണ്ടി ഒരു വേർഡും കൂടെ അവർ ചേർത്ത്, ക്യൂരിയാസിറ്റി. ലിവ് വിത്ത് ക്യൂരിയാസിറ്റി. എങ്ങനെ ക്യൂരിയാസിറ്റി ആഡ് ചെയ്യാൻ പറ്റും? ക്യൂരിയാസിറ്റി ആഡ് ചെയ്യാൻ വേണ്ടി ഹാവ് ബിഗിനേഴ്സ് മൈൻഡ്. ബിഗിനേഴ്സ് മൈൻഡ്, വാട്ട് ഈസ് ബിഗിനേഴ്സ് മൈൻഡ്? ബിഗിനേഴ്സ് മൈൻഡ് ഈസ് നത്തിങ് ബട്ട് ഒരു ആള് പുതിയ ഒരു സ്ഥലത്ത് ഇവിടെ നിന്ന് ഞാൻ UK-യോ US-ഓ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ജമ്മു കാശ്മീരോ ജമ്മുവിലോ ചെല്ലുമ്പോൾ സാൾട്ട് ലേക്കിലൊക്കെ കയറുമ്പോൾ ഇന്നലെ ഞാൻ ആദ്യമായിട്ട് എത്തുമ്പോൾ ഐ വിൽ ട്രൈ ടു വിഷ്വലൈസ് എവറിത്തിങ് വിത്ത് മച്ച് ഓഫ് ക്യൂരിയോസിറ്റി. ക്യൂരിയോസിറ്റി മാത്രമല്ല, സെൽഫി എടുക്കും, അങ്ങനെ ഫോട്ടോ എടുക്കും, ഇങ്ങനെ ഫോട്ടോ എടുക്കും. പക്ഷേ നിങ്ങളുടെ നാട്ടിൽ ഡെയിലി ജീവിക്കുന്ന ഒരു സ്ഥലത്ത് പോയി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഫോട്ടോ എടുക്കുമെന്ന് ചോദിച്ചാൽ യു ആർ നോട്ട് ടേക്കിംഗ് ഫോട്ടോ. അല്ലെ വീട്ടിന് മുമ്പ് ഫോട്ടോ എടുക്കുമെന്ന് പറഞ്ഞാൽ യു ആർ നോട്ട് ലിവിങ് ടേക്കിംഗ് ഫോട്ടോഗ്രാഫ്. വൈ? ബിക്കോസ് യു ഫീൽ ദാറ്റ് എല്ലാ ദിവസവും ഞാൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ദാറ്റ് ഈസ് നോട്ട് ബിഗിനേഴ്സ് മൈൻഡ്. ബിഗിനേഴ്സ് മൈൻഡ് മീൻസ് ഒരു സ്ഥലത്ത് ചെല്ലുവാണെങ്കിൽ ഞാൻ ഇവിടെ വരെ എത്തിയെന്ന് കാണിക്കാൻ വേണ്ടി ഒരു സെൽഫി എടുക്കാനും അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കാനും നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ഇറ്റ് ട്രൈസ് ടു ടെൽ യു ദാറ്റ് you are coming first time in that place, or you are trying to meet a person after a long gap. അപ്പം that's what beginner's mind is. beginner's mind പോലെ നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ സംടൈംസ് ഇനിഷ്യലി വേറൊരു രീതിയിലോട്ട് തോന്നും, ബട്ട് കുറെ കഴിയുമ്പോൾ അത് പോസിബിൾ എന്ന് തോന്നും. കുറെ കഴിയുമ്പോൾ അത് പോസിബിൾ ആകും. എങ്ങനെയെന്ന് പറഞ്ഞാൽ you will start to have more enthusiasm in each actions of yourself in a very, very enjoyable manner. അപ്പോൾ again I will come back to my theory of mindfulness. Mindfulness states that be aware, attend, live in the present with moment to moment experience without prejudgment, have beginner's mind. For beginner's mind, have curiosity. And the last word which I would like to tell you about, the seventh word is let go. ലെറ്റ് ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്ത ഒരു സന്തോഷം വരുമ്പോൾ എക്സ്ട്രോർഡിനറി ആഘോഷിക്കാനും ബഹളം വയ്ക്കാനും പോകരുത്. ദാറ്റ് വിൽ ആൾസോ പാസ് ബൈ ആഫ്റ്റർ സം ടൈം. അതേപോലെ ദുഃഖം ചെറിയതാണെങ്കിലും വലുതാണെങ്കിലും ആ ദുഃഖവും കുറെ കാലം കഴിയുമ്പോൾ നിങ്ങളെ സമാനിപ്പിച്ച് മാറും. അല്ലെങ്കിൽ യു വിൽ ഗെറ്റ് അക്കസ്റ്റംഡ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ദുഃഖം. അത് വരുമ്പോൾ യു വിൽ ഏബിൾ ടു
carry on that load of that sorrowness. അപ്പം കോമൺ ആയി മാറും. അത് മാറുമെന്ന് പറയുന്ന കാര്യം നമുക്ക് പല സമയങ്ങളിൽ മനസ്സിലാകത്തില്ല എന്ന് പറഞ്ഞാൽ, ഇപ്പൊ when I lose my mother, I feel that I am totally shattered in the world. But I don't think or remember that every person who has come to the world, he one day will go out of the world. Whether it is my mother or whether it's my father, whether it's my brother or sister or anybody. നമ്മൾ ഒരാളും അറ്റാച്ച്ഡ് അല്ല. We are trying to attach ourselves somewhere else. Either with close friends or with colleagues or with somebody tying nuptial knot. Means ഒരു മാരേജിന്റെ ഒരു പേരിൽ ഒരു സ്ത്രീനെ ഞാൻ എന്നുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു പയ്യനുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നു. They try to live and they try to have offspring. അപ്പം അവർ ജനിച്ച കൊച്ചിന് അവൻ എന്താന്ന് ഫീൽ ചെയ്യുന്നു, അവന്റെ മാമന്റെ കൊച്ചിന് എന്താന്ന് ഫീൽ ചെയ്യുന്നില്ല, വേറെ എവിടെ ഒരു സെക്കൻഡറി ഗ്രേഡ് കൊടുക്കുന്നു. പിന്നെ ബസ്സിൽ വരുന്ന ഇവന്റെ കൂടെ ഉള്ള ഇവന്റെ മോനോ മോളോ സഞ്ചരിക്കുന്ന ആ ബസ്സിലുള്ള വേറൊരു കൊച്ചിന് ഇവൻ ആരുടെയോ എന്നൊന്ന് ചിന്തിക്കുന്നു. അതിന് പകരം എല്ലാവരും കൊച്ചുകളാണ്. എവറി കിഡ് ഈസ് സപ്പോസ് ടു ഹാവ് സം പ്രിവിലേജ് എന്ന രീതിയിലോട്ട് നമ്മൾ മാറണമെങ്കിൽ ഈ മൈ ഐ എന്ന് പറയുന്ന വാക്കുകൾ പതിയെ മാറ്റാൻ ശ്രമിക്കുക. Is it possible? May not be possible immediately in the materialistic world, but once you start to have a commonality, means നമുക്ക് കുറച്ച് കൊള്ളാം, വലിയ പ്രശ്നമില്ലാതെ ഓടിക്കൊള്ളും എന്നൊക്കെ നമുക്ക് തോന്നാൻ തുടങ്ങുവാണെങ്കിൽ we may go up to certain level there. അപ്പൊ ആ ലെവലിലോട്ട് ഇപ്പം 5ാം ക്ലാസ് കൊച്ചിനെ ഒരു കണക്ക് പഠിപ്പിക്കുമ്പോൾ 5ാം ക്ലാസ് കൊച്ചിന് ഉള്ള കണക്കിന് ആ കൊച്ച് വിൽ ഫീൽ റിയലി വെരി ഹെവി പോർഷൻ. 5ാം ക്ലാസ് കുട്ടിയെടുത്ത് 5ാം ക്ലാസ്സിന്റെ കണക്ക് പഠിപ്പിക്കുമ്പോൾ 5ാം ക്ലാസ് കുട്ടിയെടുത്ത് ചോദിക്കുകയാണെങ്കിൽ കണക്ക് എത്ര ഉണ്ട്, അല്ലെങ്കിൽ ആ സബ്ജക്ട് എത്ര ഉണ്ടെന്ന്, അയ്യോ അത് എക്സ്ട്രാordinary ആണ്, അത് കൂടുതലാണ് പോർഷൻ. പക്ഷെ അവൻ 8ാം ക്ലാസ്സിൽ എത്തുമ്പോൾ 5ാം ക്ലാസ് പോർഷൻ യൂസ് ടു ബി ലിറ്റിൽ ലെസർ. അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും, ഇതാണ് ടഫർ എന്ന് പറയും. പക്ഷെ അവൻ 10ാം ക്ലാസ് എത്തുമ്പോൾ 5ാം ക്ലാസ് കണക്കെന്ന് പറഞ്ഞാൽ ഒന്നുമേ അല്ല, 8ാം ക്ലാസ് അതും ചെയ്യാൻ പറ്റും, 10ാം ക്ലാസ് കണക്കാണ് മോശം എന്ന് പറയും. ഇതേ ലെവലാണ് നമ്മൾ when we stand in one strata, ഒരു ലെവലിൽ നിൽക്കുമ്പോൾ മുകളിലത്തെ ലെവലിൽ ഒരാൾ സംസാരിച്ചാൽ അല്ലെങ്കിൽ ചിന്തിക്കുവാണെങ്കിൽ ആ ലെവലിൽ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്കൊരു സംശയം വരാം. But when we go to that level, second level, the first level will be little easier. അപ്പം when somebody talks about the third level, second level person may think that third level is impossible or it is very tedious. But third level ലോട്ട് ആ ആള് തന്നെ പ്രാക്ടീസിൽ കൂടെ എത്തുമ്പോൾ സെക്കൻഡ് ലെവൽ വിൽ ബി or ഫസ്റ്റ് ലെവൽ വിൽ ബി മച്ച് ഈസിയർ. ഇത്രയേ ഉള്ളൂ മൈൻഡ്ഫുൾനെസ്സിനകത്ത് സിംപിളറായിട്ട്. ദിസ് ഓൾ ഇൻഡയറക്ട്ലി വാട്ട് ഐ സേ മീൻസ് മൈൻഡ്ഫുൾനെസ് ഇങ്ങനെ ഫസ്റ്റ് ലെവൽ സെക്കൻഡ് ലെവൽ തേർഡ് ലെവൽ എക്സ്പ്ലിസിറ്റ്ലി സംസാരിക്കുന്നില്ല. ബട്ട് ബൈ പ്രാക്ടീസ് വാട്ട് ഐ കുഡ് അണ്ടർസ്റ്റാൻഡ് ഈസ് സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ പല സമയങ്ങളിൽ വളരെ സിമ്പിളറായിട്ട് ജീവിച്ചാൽ നാട്ടുകാരെല്ലാം ചിലപ്പം ഞാൻ ഭ്രാന്തെന്ന് പറയും, ഞാൻ വട്ടം എന്ന് പറയും, അല്ലെങ്കിൽ എനിക്ക് തൊലിക്കട്ടി എന്ന് പറയും. ആക്ച്വലി എനിക്ക് ഒരു വലിയ സർപ്രൈസിങ് തോന്നിയത്, പണ്ട് ഒരു കാര്യത്തിന് റെസ്പോണ്ട് ചെയ്യാത്ത അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വലിയതായിട്ട് ചെയ്യാത്ത ഒരാളിനെ നമ്മൾ തൊലിക്കട്ടിയാണ്, അവൻ ഒന്നും ഒരു എന്താ പറയാ എരുമ മഴ പെയ്താൽ എരുമ ഒന്നും മൈൻഡ് ചെയ്യത്തില്ല എന്ന് പറയും. അതാണ് ആവശ്യമെന്നാണ് ഇപ്പോൾ പറയുന്നത്. If you start behave like a buffalo and എത്ര റെയിനിങ് അല്ലെങ്കിൽ എത്ര ഷവർ ഉണ്ടെങ്കിലും യു വിൽ നോട്ട് ബോദർ മച്ച് ഓഫ് ദാറ്റ്. നിങ്ങളുടെ പണി മാത്രം ചെയ്യും. എരുമ മഴ പെയ്യുന്ന കാലത്തുള്ള അത് റോട്ടിൽ കൂടെ ഇങ്ങനെ നടന്ന് ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്ത് പോകും. പക്ഷെ ഒരു പശു ആണെങ്കിൽ മഴ പെയ്യുമ്പോൾ വലിയ മഴ അടിക്കുമ്പോൾ സൈഡിൽ ഓടിച്ചെന്ന് എവിടെയെങ്കിലും സൈഡിൽ നിൽക്കും. ഇൻഡയറക്ട്ലി വാട്ട് ഐ ഫീൽ ഈസ് നമ്മളെല്ലാവരും ആ എരുമേനെ പോലെ അക്സെപ്റ്റ് ചെയ്താണ് ലിവ് ഇൻ ദ പ്രസന്റ്, ഹാവിങ് നോട്ട് മച്ച് ഓഫ് പ്രീ ജഡ്ജ്മെന്റ്. In that present, try to enjoy your life. ആ എരുമയ്ക്ക് മഴ പെയ്യുമ്പോൾ ആഹാ എത്ര വെള്ളം എൻ്റെ ദേഹത്ത് വീഴുന്നു, ഞാൻ പോയി സെപ്പറേറ്റ്ലി കുളിക്കേണ്ട ആവശ്യമില്ല, ഇപ്പോൾ തന്നെ നനഞ്ഞുകൊണ്ട് പോവാമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ എന്തായിരിക്കുമെന്ന് ആലോചിക്കുന്ന ഒരു രീതിയാണ് ഈ മൈൻഡ്ഫുൾനെസ്സിൽ കൂടെ. ഇൻഡയറക്ട്ലി ഇറ്റ് സേസ് ദാറ്റ് ആഫ്റ്റർ സം ടൈം
You will not react to each and every actions of or small triggering of your colleague or somebody in the office or somebody in the house or somebody in the society. അപ്പൊ അങ്ങനെ വരുമ്പോൾ യു വിൽ ബി സെറ്റ് ടു ബി എ കോമൺ ഓർ സിമ്പിൾ പേഴ്സൺ, അല്ലെങ്കിൽ ഒരു കാം പേഴ്സൺ. ഈ കാം പേഴ്സണെ അവനെ വെറുതെ അനാവശ്യമായിട്ട് ട്രിഗർ ചെയ്തിട്ട് ഒരു കാര്യമല്ലേ, അവൻ പോട്ടടേ, അവന് വലിയ ശല്യപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്ന രീതിയിലോട്ട് ഓരോരുത്തരും, അവന് ഒരാളിന് മാത്രം പറയുമ്പോൾ നമ്മൾ എക്സംഷൻ കൊടുക്കുന്നു. പക്ഷേ സൊസൈറ്റിയിൽ ആൽമോസ്റ്റ് ഒരു 80-90 പേര് അങ്ങനെ ജീവിക്കുവാണെങ്കിൽ ആ ലോകത്തിൽ എല്ലാവരും വളരെ വളരെ വാട്ട് യു കോൾ ദാറ്റ് ഒരു സിംപ്ലസ്റ്റ് സിസ്റ്റത്തിൽ കൂടെ ജീവിക്കാൻ തുടങ്ങുകയാണ്. അതാണ് യഥാർത്ഥത്തിൽ മൈൻഡ്ഫുൾനെസ് ഈസ് ട്രൈങ് ടു ടെൽ യു, ടീച്ച് യു സിമ്പിൾ തിങ് ഈസ് ലിവ് ഹാപ്പിലി. നീ ദുഃഖിച്ചാലും നീ സന്തോഷിച്ചാലും നിന്റെ ജീവിതം നീ മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അത് മാത്രമല്ല, ജീവിച്ച് മാത്രമേ മുമ്പോട്ട് കടക്കാൻ പറ്റത്തുള്ളൂ. യു കാൺ ബൈപാസ് യുവർ ഓൺ ലൈഫ്. അപ്പൊ യുവർ ലൈഫ് ഹാസ് ടു പാസ് ഈച്ച് സ്റ്റെപ്പ് ഓഫ് യുവർ ലൈഫ്. ആ സ്റ്റെപ്പ് യു ഹാവ് ടു ക്രോസ് അറ്റ് എനി കേസ്. ക്രോസ് ചെയ്യുന്ന സമയത്ത് വൈ കാണ്ട് യു എൻജോയ് വെദർ ഇറ്റ് ഈസ് പെയിൻ ഓർ പ്ലഷർ. ഈ പെയിൻ ആൻഡ് പ്ലഷർ തിയറി വായിച്ചിരുന്നാൽ മനസ്സിലാവും. പെയിൻ ആൻഡ് പ്ലഷർ തിയറിയിൽ ഇപ്പോൾ whether it is Hinduism, whether it is Islam, whether it is Christianity, everywhere it is talking about obeisance. ഒബീസൻസിന്റെ സമയത്ത് നമ്മളെല്ലാം നോയമ്പിരിക്കും. നോയമ്പിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ ആവശ്യത്തിന് ഫുഡ് ഇൻടേക്കിന് വേണ്ടാന്ന് വയ്ക്കുന്നതോ, അല്ലെങ്കിൽ ഞാൻ നോൺ വെജിൽ സൂഹിക്കുന്ന ഒരുത്തൻ നോൺ വെജ് കഴിക്കാൻ പാടില്ല, എൻ്റെ ഐ ഷുഡ് നോട്ട് ഹാവ് ദാറ്റ് മച്ച് പ്ലഷർ ഫോർ Almighty, or to have to lead my life with peace and pleasure in future എന്ന് ഉദ്ദേശിച്ചാണ് നമ്മൾ ചെയ്യാതിരിക്കുന്നത്. ദാറ്റ്സ് വാട്ട് പെയിൻ ആൻഡ് പ്ലഷർ തിയറി ടോക്സ് അബൌട്ട് ഇറ്റ്. അപ്പൊ പെയിൻ ആൻഡ് പ്ലഷറിൽ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ദേഹത്തിന് പെയിൻ കൊടുക്കും. ഹിന്ദുയിസത്തിൽ ഓരോ സ്റ്റെപ്പ് കൂടുതലാണ്. ഈ അമ്പലങ്ങളുടെ മുമ്പിൽ തീ കത്തിച്ചിട്ട് തീ കൂടെ അവനെ നടത്തിപ്പിക്കും. നടത്തുമ്പോൾ അവൻ പുണ്യാളനായിട്ട് മാറി എന്ന് പറയും. അപ്പൊ അതിൽ പറയുന്ന തിയറി എന്താന്ന് പറഞ്ഞാൽ, അവൻ വെൻ ഹി പെയിൻസ് ഹിംസെൽഫ്, അവനെ കഷ്ടപ്പെടുത്തുമ്പോൾ തീ കൂടെ അവന്റെ കാല് പൊള്ളി, കാലിനെ വേദനിച്ച് അവൻ മറന്നിട്ട് ഇതെല്ലാം ചെയ്താലും അവൻ 24 ദിവസം അല്ലെങ്കിൽ 30 ദിവസം വ്രതം ഇരുന്ന് അതിൽ കൂടെ ആ തീ കൂടെ നടന്ന് ഫയർ വാക്ക് കഴിഞ്ഞ് അവൻ പുറത്തിറങ്ങുമ്പോൾ ഹി ബിക്കംസ് സെയിൻറ്ഡ് പേഴ്സൺ. അത് ഹി ഈസ് ബീൻ എ ബ്ലസ്ഡ് പേഴ്സൺ ആയിട്ട് മാറുന്നു. ആ ബ്ലസ്ഡ് പേഴ്സൺ ആയിട്ട് മാറുന്നു എവിടെയാണ് തിയറി പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞോളാം. ബട്ട് ദാറ്റ് തിയറി സേസ് സോ. ഈ പ്ലഷർ കിട്ടാൻ വേണ്ടി യു ഹാവ് ടു കം അക്രോസ് ആർ ഗോ ഓവർ ദിസ് പെയിൻ എന്നാണ്. ഈ പെയിനും ഈ പ്ലഷറും നമ്മൾ അനുഭവിക്കുന്ന സമയത്ത്, ഈ പെയിൻ അനുഭവിക്കുന്ന സമയത്ത് ഈ പ്ലഷറിനെ ഉദ്ദേശിച്ച് ഇസ്ലാമിലും അതാണ് പറയുന്നത്. മീൻസ് രാവിലെ 4-5 മണി കഴിഞ്ഞാൽ, മീൻസ് രാവിലത്തെ 5 സമയം തൊഴുകയിൽ ആദ്യത്തെ തൊഴുക കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ടിൽ ഈവനിങ് 6:45, മീൻസ് 5:45 to 6 o'clock ആണ്. അതുവരെ ഈ ഡോണ്ട് ഈവൻ നിങ്ങളുടെ ഓൺ സലൈവനെ പോലും അകത്ത് കയറ്റാൻ പാടില്ല. യു ആർ ബീൻ ആസ്ക്ഡ് ടു പെയിൻ യുവർ സെൽഫ് ദാറ്റ് മച്ച്. ഫോർ വാട്ട്? ടു ഗെറ്റ് എ പ്ലഷർ ഓഫ് യുവർ ലൈഫ്. അപ്പം ഈ സാധനങ്ങൾ, ഈ പെയിൻ എങ്ങനെ അനുഭവിക്കും? എല്ലാവരും പെയിനായിട്ട് അനുഭവിക്കുമ്പോൾ വി വിൽ നോട്ട് ഏബിൾ ടു ഹാവ് ഇറ്റ് റൈറ്റ്ലി. ബട്ട് ഈ പെയിനെ ഇഫ് യു സ്റ്റാർട്ട് എൻജോയ് ദാറ്റ് പെയിൻ. ഇപ്പോൾ അവർ നോയമ്പെടുക്കുമ്പോൾ ആരുമാണെങ്കിലും, ഈ 3 ഗ്രൂപ്പുകളിലാണ് ഞാൻ ഈസിലി കം അക്രോസിംഗ് ടീം ഇൻ സൗത്ത് ഇന്ത്യ. അതുകൊണ്ടാണ് പറയുന്നത്, ഈ 3 പേരും അവർ വ്രതം എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ നോയമ്പെടുക്കുന്ന സമയത്ത് ദേ ആർ ക്വൈറ്റ് ഹാപ്പിയർ. അവർക്ക് കഷ്ടമാണെന്ന് എനിക്കറിയാം. ആദ്യത്തെ 5 ദിവസം ഇസ്ലാമിന് അവന് ഈ എച്ചിൽ പോലും എടുക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ, എപ്പോഴൊക്കെ കിട്ടുമ്പോൾ അപ്പോഴെല്ലാം തുപ്പുന്ന സമയത്ത് അവർ പറയുന്നതാണ്, 1-2 ദിവസം കഴിഞ്ഞാൽ പിന്നെ അക്കസ്റ്റമാവും. പിന്നെ ഒരു 10 days കഴിയുമ്പോൾ അവർ അക്കസ്റ്റംഡ് ആവും, നോർമൽ ആവും. അത് തന്നെയാണ് ഈ വ്രതം എടുക്കുന്ന ആൾക്കാരും. എന്താ പറയാ, ഇവർ പ്രദോഷം. ഹിന്ദുയിസത്തിൽ വെറുതെ ദിവസം. ഇന്ന് ഞാൻ വേറൊരു കൂട്ടുകാരനെ മറന്നുകൊള്ളാമെന്ന് ചോദിച്ചപ്പം ഇന്നത്തെ മീൻസ് ഫ്രൈഡേ ഇസ് എ പ്രദോഷം ഡേ. അതുകൊണ്ട് തേഴ്സ്ഡേ വൈകിട്ട് ഞാൻ ഫുൾ നൈറ്റ് ഉണർന്നിരുന്നാൽ എനിക്ക് പ്രദോഷം ആഘോഷിക്കാൻ പറ്റില്ല, പ്രയാസമായിരിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത്. അപ്പം ആ
ഇത് പെയിൻ അക്സെപ്റ്റ് ചെയ്ത് if I be aware that I am means moving on with that pain, that in that pain I have to live rightly and I have to enjoy it വിത്തൗട്ട് പ്രീ ജഡ്ജ്മെന്റ്. വിത്തൗട്ട് പ്രീ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം വയറുവേദന വന്ന് അതുകൊണ്ട് ഇപ്പോഴും ഞാൻ കഴിക്കാതിരുന്നാൽ എനിക്ക് വയറുവേദന വരുമെന്ന് വിചാരിച്ചാൽ എനിക്ക് പറ്റത്തില്ല. ബട്ട് with the power of Almighty, I will able to cross over my abusions very rightly എന്നൊക്കെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങുവാണെങ്കിൽ സ്മൂത്തറായിട്ട് അങ്ങപ്പുറത്ത് പോകും. 41 ദിവസം എൻ്റെ നോയമ്പ് നന്നായിട്ട് നടക്കും, ഒരു കുഴപ്പമില്ല. അത് പിന്നെ എന്താ ഈസ്റ്റർ വരുമ്പോഴാണ് എല്ലാം വെട്ടി ക്ലിയർ ആക്കി നമ്മൾ എക്സ്ട്രാ ഹാപ്പിയറായിട്ട് മാറുന്നത്. സാബു സാർ കറക്റ്റ് ആണോ സാർ? അതെ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഈ മൈൻഡ്ഫുള്ളി, യെസ് സാർ, താങ്ക് യു. നമ്മൾ മൈൻഡ്ഫുള്ളി ഓരോരോ വർക്കുകളും ചെയ്യുമ്പോൾ ഇൻഡയറക്ട്ലി ഈ പല തിയറികളും എന്താ പറയുക എല്ലാം കൂട്ടിക്കുഴച്ച് ഇഫ് യു സീ ഫ്രം ഡിഫറെന്റ് ആംഗിൾ എവറി തിയറി ഈസ് സെയിം. മൈൻഡ്ഫുൾനെസ് ഒരു എക്സ്ട്രാordinary തിയറി ഒന്നുമല്ല. Mindfulness is a simple theory which tries to tell you the simplest way of living. But for many, initially it will be looking like tougher. Tougher എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാവിലെ എന്നും 7 മണിക്ക് 6 മണിക്ക് ഉണർന്നവനെ നീ 5 മണിക്ക് ഉണർന്ന് പല്ല് തേച്ച് രാത്രി വാക്കിങ്ങിന് ചെല്ലണം, അല്ലെങ്കിൽ യോഗ ചെയ്യണം, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ അവന് ടഫറായിരിക്കും. ബട്ട് ആഫ്റ്റർ സം ടൈം ഒരു മാസം അവൻ അതിൽ കൂടെ പോകുമ്പോൾ അത് കഴിഞ്ഞ് അവനറിയാതെ 5 മണിക്ക് ഉണരും, അവൻ കറക്റ്റായിട്ട് യോഗ ചെയ്യും, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യും, അല്ലെങ്കിൽ വാക്കിങ്ങിന് പോകും. പിന്നെ ഹി വിൽ ഗെറ്റ് അക്കസ്റ്റംഡ് ഓഫ് ദാറ്റ്. ദെൻ അതിനെ മൈൻഡ്ഫുൾനെസ് ഇസ് ട്രൈയിങ് ടു ടെൽ യു ദാറ്റ് യു ആർ മൂവിങ് ഓൺ ഓട്ടോ പൈലറ്റ് മോഡ്. ഈ ഓട്ടോ പൈലറ്റ് മോഡിനെ കറക്റ്റ് സയൻസ് ഭാഷ പറഞ്ഞാൽ ഡിഫാൾട്ട് മോഡ് നെറ്റ്വർക്ക്. ഡിഫാൾട്ട് മോഡ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ ക്യാരി ഓൺ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ആഫ്റ്റർ സം ടൈം നമ്മളറിയാതെ ആ പണി ചെയ്തുകൊണ്ടേ പോകും. ദാറ്റ് ഈസ് സോ കാൾഡ് ഡിഫാൾട്ട് മോഡ് നെറ്റ്വർക്ക് ആർ ഓട്ടോ പൈലറ്റ് മോഡ്. അതിന് പകരം വെൻ യു അറ്റൻഡ് യുവർ സെൽഫ് ഈച്ച് ടൈം യു വിൽ ടേക്ക് പോസിറ്റീവ് നെറ്റ്വർക്ക്. ഓക്കെ, default mode network, positive mode network. Yeah, positive mode network. ആ പോസിറ്റീവ് മോഡ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ പുതിയ ന്യൂറൽ നെറ്റ്വർക്ക്സ് നിങ്ങൾക്ക് ഫോം ആകാൻ പറ്റും, എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. എങ്ങനെ? ഈ 6 മണിക്കോ 7 മണിക്കോ ഉണർന്നവർത്തൻ 5 മണിക്ക് ഉണരാൻ തുടങ്ങുമ്പോൾ അവൻ്റെ പുതിയ ന്യൂറൽ നെറ്റ്വർക്ക്സ് സെറ്റാകുകയാണ്. പുതിയ ന്യൂറൽ നെറ്റ്വർക്ക്സ് സെറ്റായി കുറെ കഴിയുമ്പോൾ അവൻ്റെ ഓട്ടോ പൈലറ്റ് മോഡിലോട്ടോ ഡിഫാൾട്ട് മോഡ് നെറ്റ്വർക്കിലോട്ട് വിടാതെ every time if you behave like beginner's mind, that means you try to attend yourself, you will have more positivity in your life. ഇതാണ് മൈൻഡ്ഫുൾനെസ് trying to tell you. മൈൻഡ്ഫുൾനെസ്, ഈ മൈൻഡ്ഫുൾനെസ് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് പോവാണ്. ഹൗ ടു പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ്, ഇറ്റ്സ് വെരി സിമ്പിൾ. അത് നമ്മൾ ഒരു 4-5 ക്ലാസ്സിൽ കൂടെ ഞാൻ പറഞ്ഞിരുന്നു. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, യു ഷുഡ് ബി അവെയർ, യു ഷുഡ് അറ്റൻഡ്. ഈ 2 വാക്കിൽ എടുക്കുവാണെങ്കിൽ ഹൗ ടു ബി അവെയർ, ഞാൻ ഒരു മനുഷ്യനാണ്, മനുഷ്യനായിട്ട് ജീവിക്കണം. അത് എങ്ങനെ പോസിബിൾ ആണ്? അതിന് ചെറിയ കാര്യങ്ങളാണ് ചെയ്യിപ്പിക്കുന്നത്. എന്ത് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത്? ദ ഈസിയസ്റ്റ് വേ ഓഫ് ഗെറ്റിംഗ് അവയർനെസ് ഈസ്, എൻ്റെ മോളിൽ ഞാൻ ഒരു മരത്തിൻ്റെ താഴെ നിൽക്കുമ്പോൾ എനിക്ക് കാറ്റടിക്കുന്നു. ഐ ക്യാൻ റിയലി ഫീൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൈ സ്കിൻ. അത് എപ്പോഴും പോസിബിൾ ആണോ? എപ്പോഴും കാറ്റ് കൊണ്ടുവന്ന് ഇരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മുടെ അകത്ത് അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന് തന്നെ നമ്മൾ അറ്റൻഡ് ചെയ്യുക. എന്താണ് കാര്യം? ശ്വസിക്കുക, ബ്രീത്തിങ്. സോ വിത്തൗട്ട് ബ്രീത്തിങ് നോ ഹ്യൂമൻ ലിവ്സ്. The basic or the simplest way, if you start attend to your breath, you are aware that you are breathing, that means inhaling and exhaling every time without any break. അതിനെ തന്നെ നമ്മൾ അറ്റൻഡ് ചെയ്താൽ കുറച്ചുകൂടി ഈസിയർ അല്ലേ? സിംപ്ലസ്റ്റ് ആണ്. Therefore, be aware that you are breathing and attend to your breath for some time. 100% രാവിലെ ഇരുന്ന് രാത്രി വരെ നീ ബ്രീത്ത് മാത്രം അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന വേറെ ഒരു കാര്യങ്ങളും നടക്കില്ല. Attend for some time. And when you talk about mindfulness, attend to that.
എന്തൊക്കെ വാക്കുകൾ പറയണം, ഈ 7 വാക്കുകൾ സീക്വൻസ് ആയിട്ട് പറയൂ, അല്ലെങ്കിൽ എങ്ങനെങ്കിലും പറയും. അത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം? ഇൻ എൻജോയബിൾ മാനർ. ഫസ്റ്റ്, Ilango should be aware that Ilango is trying to take mindfulness class. Ilango should attend to that 7 words rightly, and Ilango should really enjoy by taking the class. Even if I have some pain by some questions, I should try to enjoy that pain and try to answer it. Automatically it becomes. അതാണ് ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഈ മെഡിറ്റേഷനോ ബാക്കിയുള്ള കാര്യങ്ങൾ പോലെ ഒരുപാട് കഷ്ടപ്പെടുത്താതെ മൈൻഡ്ഫുൾനെസ് ക്യാൻ ബി ഡൺ ഇൻ എനി വേ. എന്ന് പറഞ്ഞാൽ വാക്കിങ്ങിൽ മൈൻഡ്ഫുൾനെസ് വാക്കിംഗ് പറ്റും, എക്സെപ്റ്റ് സ്ലീപ്പിംഗ്. ബിക്കോസ് സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ അൺകോൺഷ്യസ് സ്റ്റേറ്റിലോട്ട് പകുതി പോവുകയാണ്. അപ്പം അത് മാത്രം നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. I can be aware initially that I am going for a sleep and I am slept. അത്ര മാത്രം അറിയാം. പിന്നെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ആ പ്രസന്റ് മൂമെന്റിലും ജീവിക്കാൻ പറ്റില്ല. ബിക്കോസ് ദാറ്റ് ഈസ് എ റീസെറ്റിംഗ് ടൈം. ഒരു 8 മണിക്കൂർ ലൈഫിൽ നമ്മുടെ ഓരോരോ ടർബുലൻസിനും റീസെറ്റിംഗ് കൊടുക്കുന്നതാണ് നമ്മൾ. അത് മാത്രമല്ല, ഉറങ്ങുമ്പോൾ മനുഷ്യനെ പറഞ്ഞു തന്നിരിക്കുന്നത് ഹാവ് ലെഗ് ആൻഡ് ഹെഡ് ഇൻ ദ സെയിം ലെവൽ, ദാറ്റ് മീൻസ് ഹൊറിസോണ്ടലി, and start relax. That relaxation, when it goes beyond your attention, it is said to be sleep. Appo sleep vechu whether walking, whether eating, whether biting, whether kiddling, whether bathing, whether toileting, whether dressing, whether driving, whether writing, whether studying, whether lecturing, എന്തിലെടുത്താലും നിങ്ങൾ മൈൻഡ്ഫുൾ ലെക്ചറിങ്, മൈൻഡ്ഫുൾ വാക്കിംഗ്, mindful toying, mindful cuddling, mindful whatever called cooking, mindful washing, mindful means floor cleaning, mindful car washing, എന്തിനു വേണമെങ്കിലും മൈൻഡ്ഫുൾ ചെയ്യാം. എന്തുകൊണ്ട്? 2 വേർഡാണ് സിമ്പിൾ, അവെയർ ആൻഡ് അറ്റൻഡ്. നിങ്ങൾ അവെയർ ആയിരിക്കണം എന്താണ് പണി ചെയ്യുന്നത്. ആ പണിയെ നേരെ ചൊവ്വേ ഒരു 100% ഇൻവോൾവ്മെന്റ് കൊടുത്ത് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. ഇത് പഠിപ്പിച്ചു തരാൻ വേണ്ടി ഈ മെഡിറ്റേഷൻ അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് എന്ത് പഠിപ്പിക്കുന്നു പറഞ്ഞാൽ സിംപ്ലസ്റ്റ് മോഡ് ഓഫ് മൈൻഡ്ഫുൾനെസ് മെത്തഡോളജി ബ്രിങ്ങിങ്ങിനെ നമ്മൾ ബ്രത്തിലാണ് കൂടുതലും ചെയ്യിപ്പിക്കുന്നത്. ബ്രത്തിൽ ചെയ്യുമ്പോൾ ഈവൻ ബ്രത്തിൽ എലോൺ നിന്ന് പോയാൽ ചിലപ്പം ഓട്ടോ പൈലറ്റ് മോഡിലോട്ട് ആകും. അതിനുവേണ്ടി വാട്ട് ഡു ദേ ഡു? ഞങ്ങൾ ഡിഫറെൻ്റ് ആയിട്ട് എടുക്കും. കുറേ സമയം ബ്രത്തിൽ, കുറേ സമയം നിന്റെ തോട്ടിൽ, കുറേ സമയം നിന്റെ എമോഷനിൽ, കുറേ സമയം നിങ്ങളുടെ ബോഡിയിലൊക്കെ സ്കാൻ ചെയ്യും, കുറേ സമയം നീ എൻവയോൺമെൻറ്റിൽ എന്തൊക്കെ സൗണ്ട് വരുന്നത്, കുറേ സമയം ഈവൻ ഗ്രൗണ്ടിങ് ടെക്നിക്സിൽ നോക്കുകയാണെങ്കിൽ കുറേ സമയം നീ നിന്റെ പാദം എത്ര പ്രഷർ കൊടുത്തിരിക്കുന്നു തറയിൽ എന്ന് പറയുന്നു. കുറേ സമയം നീ കസേരയിൽ ഇരിക്കുവാണെങ്കിൽ കസേരയിൽ ഇരിക്കുന്ന ടച്ച് ചെയ്യുന്ന പോർഷൻസിൽ എത്ര പ്രഷറുണ്ട്, എന്തൊക്കെ വേദന ഉണ്ടോ, അല്ലെങ്കിൽ അമിഴ്ന്നിരിക്കുന്നുണ്ടോ, അതിൽ സ്മൂത്തറായിരിക്കുന്നുണ്ടോ എന്നൊന്ന് അറ്റൻഡ് ചെയ്യുന്നു പറയുന്നു. സോ mindfulness tries to teach you only one thing: be aware and attend. Be aware and attend. Attend എന്നാണ് പറഞ്ഞത്. എന്ത് അറ്റൻഡ് ചെയ്യണം? എന്ത് വേണമെങ്കിലും ആകാം. എങ്ങനെ ആകാം? അതിനാണ് ഇനിഷ്യലി കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. നീ നിന്റെ ബ്രത്തിലിരിക്കും, നീ നിന്റെ ദേഹത്തിലിരിക്കും, നീ നിന്റെ ദേഹം എവിടെയൊക്കെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്ക്, നീ ഗ്രൗണ്ടിൽ ഇത് ടച്ച് ചെയ്യുന്ന നോക്ക്, അല്ലെങ്കിൽ 2 ലിംസ് എപ്പോഴൊക്കെ ടച്ച് ചെയ്യുന്നത് നോക്ക്, അല്ലെങ്കിൽ നിന്റെ ഉള്ളിൽ കൂടെ ഒരു കാറ്റ് പോകുന്നതിന് അല്ല കാറ്റ് ഇങ്ങനെ പതുക്കെ അടിച്ച് ആ ബ്രീസ് സ്കിന്നിൽ എങ്ങനെയൊക്കെ വരുന്നത് നോക്കുന്നു. ചില കാര്യങ്ങൾ നമ്മൾ ക്വാണ്ടമൈസ് ചെയ്യാൻ പറ്റില്ലാത്തത് കൊണ്ട് അതിനെടുക്കുന്നില്ല. എവിടെയൊക്കെ ക്വാണ്ടമൈസ് ചെയ്യാൻ പറ്റുമോ അത് മാത്രം എടുക്കാൻ പറയുന്നു. ബൈ വിച്ച് യു ഗെറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് ആർ സെക്കൻഡ് സ്റ്റെപ്പ്, ഓക്കെ. ദെൻ തേർഡ് സ്റ്റെപ്പ് ഓൺവേഴ്സ് ഈ ക്വാണ്ടമൈസ് ചെയ്യാൻ പറ്റില്ലാത്തതെയും അഗ്രി ചെയ്യാൻ പറയും. ഐ ഹോപ്പ് ദാറ്റ് ഐ ആം ലിറ്റിൽ ബിറ്റ് ക്ലിയർ കമ്പയറിംഗ് ടു ദ ഏർലിയർ തിയറീസ്. നമുക്ക് 1 മിനിറ്റ് വേണമെങ്കിൽ അങ്ങോട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. then we can go for a practice on mindfulness. ആരെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? അല്ലെങ്കിൽ whatever I thought, ഇവൻ എപ്പോഴും വന്നാൽ ഒരു ഭ്രാന്ത് സ്റ്റൈലിൽ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോകും, പോട്ടടേ വിട്ടേക്ക്. മൈൻഡ്ഫുള്ളി ലെറ്റ് ഹിം ലീവ് ആൻഡ് ലെറ്റ് ഹിം ലിവ്. അതും ഒരു മൈൻഡ്ഫുൾനെസ് ആണ്. യു ആർ അവെയർ ദാറ്റ് ദിസ് ഗൈ ഓൾവേസ് ടോക്സ് ഡിഫറെന്റ്ലി. യു ആർ അറ്റൻഡിങ്. അബ്ദുറഹീം സാർ എന്താ പറയാൻ ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു. സാറ് പറയുന്ന കാര്യത്തിൽ 100% എഗ്രി ചെയ്യുന്നുണ്ട്.
ശരി പക്ഷേ സാർ, താങ്ക് യു. ആ പക്ഷേ ഞാൻ എന്റെ എക്സ്പീരിയൻസ് ചില കാര്യങ്ങൾ പറയാം. ഇങ്ങനത്തെ പറയൂ സാർ. ഒന്നും റിയാക്ട് ചെയ്യാത്ത ആളുകളെ കുറിച്ച്. എന്റെ യെസ് സാർ. ഞാൻ യൂണിവേഴ്സിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പോ എന്റെ മുകളിൽ ഒരു ഡീൻ ഉണ്ട്. അതായത് എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ചെയർമാന്റെ ഹെഡാണ് ഡീന്. അദ്ദേഹം എന്നോട് ഇടക്ക് പറയും, എന്നെ ആരും കേൾക്കണില്ല, ഞാൻ പറഞ്ഞിട്ടൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. മൂപ്പര് കഴിഞ്ഞ 2-3 വർഷം മുമ്പ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു, സുവോളജി ഡിപ്പാർട്ട്മെന്റില്. ഈ ടീച്ചേഴ്സ് ഇയാൾ എന്ത് പറഞ്ഞാലും കേൾക്കൂല. പിന്നെ അയാൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അദ്ദേഹം ഡീൻ ആയപ്പോ വേറെ ആളാണ് അയാളെ ഡിപ്പാർട്ട്മെന്റിലെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ശരിക്കും ഡീൻ പറയുന്നത് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് കേൾക്കണം. അപ്പൊ ആ ഡീന് ഹെഡ് പറഞ്ഞാലും ഈ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് കേൾക്കൂല. ഈ ഡീനിന് എതിരില് ഈ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് പല പ്രോബ്ലംസും ക്രിയേറ്റ് ചെയ്യും. ഇയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇതിന് കാരണം എന്താന്ന് ചോദിച്ചാല്, ഇയാള് വളരെ സൈലന്റ് ആയിട്ട് ഇങ്ങനെ സൈലന്റ് മോഡ് പോകുന്ന ആളാണ്. അയാൾ എന്ത് ചെയ്താലും അയാളൊന്നും റിയാക്ട് ചെയ്യില്ല. കാരണം ലാസ്റ്റ് 30 ഇയേഴ്സ് അയാൾ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുമ്പോ അയാള് അങ്ങനെ ഈ സാറ് പറഞ്ഞ മാതിരി ഒന്നും റിയാക്ട് ചെയ്യാതെ അങ്ങനെ ഒരു സൈലന്റ് മോഡിൽ പോകുന്ന ആളായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ അബദ്ധം പറ്റിയത്. മൂപ്പര് അഡ്മിനിസ്ട്രേഷൻ പോസ്റ്റിൽ വന്നപ്പോ അയാളെ ആരും മൈൻഡ് ചെയ്യുന്നില്ല, അയാൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല. അയാള് ആബ്സെന്റ് ആയാല് നോട്ടീസ് കൊടുത്താല് അതിന് വരൂല. അതുമാതിരി ഡീന് മീറ്റിംഗ് വിളിച്ചാല് ഈ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും പങ്കെടുക്കണം എന്നുള്ളതാണ്. 1-2-3 ഡിപ്പാർട്ട്മെന്റ് ആളുകൾ തീരെ ഒരു മീറ്റിങ്ങിനും വരൂല. അപ്പൊ ഇയാള് ഒരു ആക്ഷൻ എടുക്കൂല. അതാണ് ഈ പ്രശ്നം ഉണ്ടായത്. അപ്പൊ അതാണ് ഇങ്ങനത്തെ ആളുകൾക്കുള്ള പ്രശ്നം. അയാളെ ആരും മൈൻഡ് ചെയ്യൂല. അതേ സമയത്ത് ഡീനെ എല്ലാവരും പേടിക്കണം. അയാൾ പറഞ്ഞ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ ഗുരുതരമായ പല ആക്ഷൻ വരെ ഉണ്ടാവാൻ മതി. അപ്പൊ അതൊക്കെ ഉണ്ടാവാതിരിക്കാൻ കാരണം പ്രശ്നം ഇയാളെ ഈ ഇറസ്പോൺസിബിൾ ആക്ടിവിറ്റി ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിനെ കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താണ്? സാർ, ഞാൻ പറഞ്ഞു തരാം സാർ. വളരെ സിമ്പിളാണ്. ഇപ്പൊ ഡീൻ ആയിരിക്കുന്ന ആൾ ഷുഡ് ബി aware that he is a dean now. He should attend to the activities of dean. What is the activity of dean? Sir പറഞ്ഞ പോലെ ഓരോരോ HOD in case if he is indisciplined, the dean is supposed to take action. പക്ഷെ അയാൾക്ക് ധൈര്യമില്ല. സാർ, ധൈര്യം എന്ന് പറയുന്നതും ഈ ഞാൻ പറഞ്ഞ കാംനെസ്സും ഒന്നല്ല സാർ. ധൈര്യം എന്ന് പറയുന്നത് സംടൈംസ് നമ്മൾ കുറച്ചുകൂടെ ഒരു സ്റ്റെപ്പ് അകടായിട്ട് പോവുകയാണെങ്കിൽ, ഞാൻ ഇപ്പോൾ പൂക്കുറ്റിയുടെ കാര്യങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പൂക്കുറ്റിയല്ല എന്താ പൂക്കോടിന്റെ കാര്യങ്ങൾ വായിക്കുമ്പോൾ പല ആൾക്കാരും ധൈര്യപ്പെടാത്തത് കാറ്റ്, ഞാൻ എന്തിനാ അനാവശ്യമായിട്ട് ഞാൻ കൊടുക്കണമെന്ന് പല സമയങ്ങളിൽ പലരും വിചാരിക്കുന്ന സമയത്താണ്. ആരോ ഒരാള് എന്തോ ചെയ്തിട്ട് ചെയ്യുമ്പോൾ എനിക്കും ആ ബെനിഫിറ്റ് കിട്ടും. ഇപ്പം ഈ ശമ്പളം കിട്ടാതെ വരുമ്പോൾ, അല്ലെങ്കിൽ DA കൂടാതെ വരുമ്പോൾ, അല്ലെങ്കിൽ പേ റിവിഷൻ വരാതെ വരുമ്പോൾ, കുറെ ഹർത്താൽ നടക്കുന്നുണ്ട്, കുറെ പേർ ജാഥ പോകുന്നുണ്ട്. അതിനകത്ത് ഈ കേരളം അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഉള്ള എല്ലാ ആൾക്കാരുമാണോ പോകുന്നത്? ഇല്ല. അതിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഒരു 100 പേര് റോട്ടിൽ കൂടെ നടക്കും, ആ വെയിലത്ത് നടക്കും. നമ്മൾ ബാക്കിൽ നിന്ന് അങ്ങനെ തന്നെ നേതാവ് എന്ന് പറഞ്ഞിട്ട് സ്ഥലം വിടും. അല്ലെങ്കിൽ അതുപോലും പറയാതെ നമ്മൾ ചായക്കടയിലെ ക്യാൻറ്റീനിൽ പോയിരിക്കും. എനിക്കും ആ ബെനിഫിറ്റ് കിട്ടും. ഇപ്പം ഇന്നലെ രാവിലെ എനിക്ക് വന്ന മെസ്സേജാണ്, സെൻട്രൽ ഗവൺമെന്റ് ഹാസ് ഇൻക്രീസ്ഡ് 4% DA ആൻഡ് 4% എന്താ ഡിയർനെസ് അലൗൺസ് ആൻഡ് ഡിയർനെസ് പെൻഷൻ, എന്താ ഒരു വാക്കുണ്ടല്ലോ, ഡിയർനെസ് റിലീഫ്, DR. ചിലപ്പം താട്ടോ എനിക്ക് 4% കൂടും അല്ലേ അടുത്ത മാസം തൊട്ടൊന്നും. ഞാൻ ഒന്നുമേ ചെയ്തിട്ടില്ല. വേറെ ആരോ എവിടെ കിടന്ന് കറഞ്ഞ, അല്ലെങ്കിൽ ബഹളം വെച്ച്, അല്ലെങ്കിൽ ഇലക്ഷൻ വരുന്നിട്ട് നീ തന്നാൽ മാത്രമേ 4% തന്നാൽ മാത്രമേ ഞങ്ങൾ വോട്ട് ചെയ്യത്തുള്ളൂ എന്ന് എവിടെയോ അവനോ പറഞ്ഞു കാണും. അപ്പൊ ഇതേപോലെ ഉള്ളതിന് സാർ ഒരു ആളിനെയും ഇത് ചില സമയങ്ങളില് ഈ എരുമമാട് മഴ പെയ്യുമ്പോൾ എൻജോയ് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞത്. അത് ഡിജക്റ്റീവ് മോഡിലോട്ട് പോകുന്നു ഞാൻ പറയുന്നില്ല. അപ്പം അതുപോലെ ഐ ഷുഡ് ബി അവെയർ, ഐ ഷുഡ് അറ്റൻഡ്.
ആൻഡ് എൻജോയ് മൊമെന്റ് ടു മൊമെന്റ് എക്സ്പീരിയൻസ്. അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഈ ഡീൻ ആയിരിക്കുന്ന ആള് ആരെന്ത് റിജക്ട് ചെയ്താലും ഐ വിൽ ക്യാരി ഓൺ പാസ് ദ മെസ്സേജ്, ഐ വിൽ സെൻഡ് എ സർക്കുലർ irrespective of anybody attends or not attending. The circular will say that you have to adhere these all things. If you are not attended, it is your fault. അതുകൊണ്ട് നീ നിന്നെ റെപ്രസെന്റ് ചെയ്യാത്തത് കൊണ്ട് നിന്റെ ചില ലാഭങ്ങൾ നിനക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അതിന് ഞാൻ എന്താണ് കുറ്റം ചെയ്തത്? ഞാൻ വിചാരിച്ച രീതിയിൽ ഞാൻ ഇതാ ഓർഡർ ഇറക്കി കഴിഞ്ഞു സാർ. 2 പ്രാവശ്യം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 3ാമത്തെ പ്രാവശ്യം അങ്ങനെ ഓടി വന്ന് അറ്റൻഡ് ചെയ്യാൻ വരും. അയാളുടെ കാര്യങ്ങൾ പറഞ്ഞു തരാം. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. മേ ബി മേ നോട്ട് ബി, ഐ ഡോണ്ട് നോ. ഞാൻ ഒരു സിറ്റുവേഷൻ വിർച്വലി ചെക്ക് ചെയ്തേ ഉള്ളൂ. അബ്ദുൽ സാർ, സാറ് പറഞ്ഞത് ശരിയാണ്, സാറിന്റെ റിപ്ലൈ ശരിയാണ്. പക്ഷെ ഈ പ്രോബ്ലം ഉണ്ടായത് എന്താന്ന് വെച്ചാൽ ഇയാള് ഇങ്ങനെ ലാസ്റ്റ് 20-25 ഇയേഴ്സ് ഇങ്ങനെ ആയതുകൊണ്ട് അയാൾ ഒരു ഇമേജ് ഉണ്ടാക്കി കഴിഞ്ഞു. ഈ ഡീന് മറ്റൊരു ഇമേജ് ഇങ്ങനെ ആയിരുന്നു. ഇയാള് പറഞ്ഞത് കേട്ടാലും കേട്ടില്ലെങ്കിലും ആരും അയാൾ മൈൻഡ് ചെയ്യൂല, അയാൾക്ക് യാതൊരു പവറും ഇല്ല എന്നുള്ള ഒരു ഇമേജ് ഉണ്ടാക്കി കഴിഞ്ഞു. ആ ഇമേജ് ഇതുകൊണ്ടാണ് ഇങ്ങനെ ആളുകളെ മൈൻഡ് ചെയ്യാതിരിക്കുന്നത്. അതിന് ഇയാൾ റിഗ്രറ്റ് ചെയ്യാണ്. അതാണ് പ്രശ്നം. റിഗ്രറ്റ് ചെയ്യാൻ കുഴപ്പമില്ല. ഇയാൾ എന്നാരും മൈൻഡ് ചെയ്യാൻ, ചെയർമാനാണ്, ഡീനാണ്, ഒന്നും ഞാൻ പറഞ്ഞൊന്നും കേൾക്കണില്ല, അവര് ഡോമിനേറ്റ് ചെയ്യാണ് എന്ന് പറഞ്ഞ് ഇയാൾക്ക് റിഗ്രഷൻ അല്ലെങ്കിൽ ഇയാൾക്ക് സോറോ അല്ലെങ്കിൽ ഇയാൾക്ക് പ്രോബ്ലം ഉണ്ട്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല അങ്ങനത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം. സാർ അതാണ് അതിന് പ്രൈവറ്റിൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ഈ പ്രൊമോഷൻ കൊടുക്കുന്നതിന് മുമ്പ് ഈസ് ഈ സൂട്ടബിൾ ഫോർ ദ ഹയർ പൊസിഷൻ എന്നൊന്ന് ചെക്ക് ചെയ്യും. പുള്ളിക്ക് മാനേജറൽ എബിലിറ്റി ഉണ്ടോ, അഡ്മിനിസ്ട്രേറ്റീവ് എബിലിറ്റി ഉണ്ടോ, കൺട്രോളിങ് പവർ ഉണ്ടോ എന്ന് കുറെ ചോദ്യങ്ങളുണ്ട്. അതിനകത്തെല്ലാം നോ വന്ന് ഓൺലി എക്സ്പീരിയൻസ് പ്ലേസ് എ വൈറ്റൽ റോൾ എന്ന് മാത്രം പറഞ്ഞാൽ ഹി മേ ബി ഗിവൺ ഇൻക്രിമെന്റ് ബട്ട് നോട്ട് ദ പൊസിഷൻ. ഇപ്പൊ സാറ് സിമ്പിൾ പോലീസിൽ എടുത്തോളുക, എത്രയോ പേര് സൂപ്രണ്ടന്റ് ഓഫ് പോലീസായിട്ട് മാറുന്ന IPS കിട്ടിയിട്ട് എല്ലാവരും IG ആയിട്ട് മാറുന്നില്ല. പലരും പകുതിയിൽ ഡ്രോപ്പ് ആവുന്നു. ഓക്കെ, IG ആയിട്ട് ആയിക്കോട്ടെ, എല്ലാവരും DGP ആകുന്നില്ല. only selected persons are getting. അപ്പം അതേപോലെ ഈ ഡീൻ എന്ന് പറയുന്ന എല്ലാവർക്കും ആകാൻ പറ്റില്ലാത്ത ഒരു കസരയില് ഒരു സാർ പറഞ്ഞ പോലെ പല ഡിപ്പാർട്ട്മെന്റുകളുടെയും HODസിന് മുകളിലുള്ള ഒരാളിനാണ് ഡീൻ എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ആ പൊസിഷനെ കയറാൻ പറ്റിയ അല്ലെങ്കിൽ എടുക്കാൻ പറ്റുന്ന അത് ഐ എം നോട്ട് ഡിബേറ്റിംഗ് ടു മച്ച് ഓൺ ദാറ്റ് ഏരിയ. ഇത് ജസ്റ്റ് ഞാൻ ഒരു ജനറലൈസ് ചെയ്തതേ ഉള്ളൂ. അല്ലെങ്കിൽ ഇദ്ദേഹം ഒരു റിസ്ക് അവേഴ്സർ എന്ന് പണ്ട് തൊട്ടേ പേര് വാങ്ങിച്ചു. റിസ്ക് അവേഴ്സർ ആണെങ്കിൽ ഒരു നോട്ടീസ് കൊടുക്കില്ല, ഒരു ഓർഡർ കൊടുക്കില്ല, ഒരു ഇതും ചെയ്യത്തില്ല. ശരി, ഞാൻ ഈ വഴുതി കൊണ്ട് പോവാം, ഞാൻ സൈഡിൽ കൂടെ പോവാം, മെയിൻ റോഡിൽ കൂടെ ആൾക്കാർ നടക്കുമ്പോൾ ഞാൻ ഫുട്പാത്തിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ട് ട്രൈ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ ഫുട്പാത്തിൽ കൂടെ നടക്കുമ്പോൾ ഓപ്പോസിറ്റിൽ ട്രാഫിക് കാണത്തില്ല. ഐ എം നോട്ട് റിക്വയർഡ് ടു ഫേസ് എനി ഓപ്പോസിഷൻ, ഐ എം നോട്ട് റിക്വയർഡ് ടു സീ എനി അതർ ട്രാഫിക്. ഞാൻ ഫുട്പാത്തിൽ കൂടെ സൈഡിൽ കൂടെ പോയിക്കൊള്ളാമെന്ന് വിചാരിച്ചിരുന്നാൽ will it that a right pathway for his journey of life എന്ന് സാറ് ക്വസ്റ്റ്യൻ ചെയ്ത് കൊടുക്കുക. അത് നമുക്ക് അബ്ദുൾ റഹ്മാൻ സാറും ഇളങ്കോയും സെപ്പറേറ്റ്ലി സംസാരിക്കാം. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ചില നല്ല മനുഷ്യന്മാരെ നമ്മൾ ഡിഫറെന്റ് ആയിട്ട് സംസാരിച്ചാൽ ഇറ്റ് മേ ബി ഹേർട്ടിങ് ഇളങ്കോ as well as it may be hurting that particular gentleman who is on that position. എനിക്ക് ഒരു അറിയാമയാണ്, മീൻസ് ഐ ആം നോട്ട് എ സൈക്കോളജിസ്റ്റ്, നോട്ട് സപ്പോസ് ടു കമന്റ് എനിത്തിങ് വിത്തൗട്ട് ഹാവിങ് full knowledge about that particular person. അതുകൊണ്ട് ജസ്റ്റ് ഒരു ഓവർവ്യൂവിൽ ഒരു ആൻസർ പറഞ്ഞതേ ഉള്ളൂ. സോ കൈൻഡ്ലി അപ്പോളജി ഈസ് sought from Ilago's side on that particular topic. Okay, thank you. മൈൻഡ്ഫുൾ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് അവരവരുടെ തന്നെ എൻജോയ്മെന്റ്, അല്ലാണ്ട് വേറൊരാൾക്ക് കിട്ടുന്ന എൻജോയ്മെന്റ് ഇല്ല. അതിനകത്ത് അവരവർ തന്നെയാണ്. അപ്പൊ സാറ് പറഞ്ഞതുപോലെ പെയിൻ ആൻഡ് പ്രഷർ, ഓക്കെ, അത് നമ്മൾ അങ്ങോട്ട് സഹിക്കുമ്പോൾ നമ്മളുടെ ഒരു എൻജോയ്മെന്റ് വരുവാണ്. നേരെ മറിച്ച് മറ്റൊരാൾക്ക് വേറെ രീതി കാണുമായിരിക്കും. പക്ഷേ നമ്മളുടെ എൻജോയ്മെന്റ് നമ്മൾ മറ്റൊരാളെ മനസ്സിലാക്കി കൊടുക്കുമ്പോൾ, ഈ പുസ്തകങ്ങൾ ഞാൻ പല സന്ദർഭങ്ങളും കണ്ടിട്ടുണ്ട്. ദേഷ്യപ്പെടുന്ന സമയത്ത് സൈലന്റ് ആയിട്ടിരുന്ന് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പ്രകടിപ്പിച്ചുകൊണ്ട് മറ്റേയാളെ മനസ്സിലാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പലരെയും. പക്ഷെ ചിലര് ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഞാനത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് കാണിക്കുമ്പോൾ, ഓ ശരിയാണ്, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ലല്ലോ എന്ന് വളരെ സൈലന്റ് ആയിട്ട് പ്രതികരിക്കാതെ അത് മാനേജ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ
ഈ മൈൻഡ്ഫുൾ പ്രാക്ടീസ് ചെയ്യുന്നതിലുള്ള ഒരു എൻജോയ്മെന്റും അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷവും ഇതുപോലെയുള്ള സിറ്റുവേഷനിലൊക്കെ നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സാർ. ഇപ്പോൾ അപ്പോൾ പ്രൊഫഷണൽ ലൈനിലായാലും എല്ലാത്തിലും അതാണ്. അതുപോലെ ഒരു മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഒരു സമീപനം കൊണ്ട് മറ്റുള്ളവർ തന്നെ നമ്മൾ അംഗീകരിക്കുന്ന സിറ്റുവേഷൻസ് വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ സാർ. റൈറ്റ് സാർ, ഫണ്ടാസ്റ്റിക് സാർ. റോയ് സാർ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. താങ്ക് യു സാർ. അപ്പൊ നമുക്കൊരു ഗ്രൗണ്ടിങ് എക്സസൈസ് ഒന്ന് പ്രാക്ടീസ് ചെയ്താലോ? ഗ്രൗണ്ടിങ് എക്സസൈസിൽ ഒന്നുമല്ല, കാലുകൾ പാദങ്ങളെല്ലാം ഗ്രൗണ്ടിലോട്ട് വെച്ചിരിക്കുക, ഫേം ആയിട്ട് വെക്കുക, സിറ്റ് എറക്റ്റ് ആയിരിക്കുക, കഴുത്ത് സ്ട്രെയിറ്റ് ആയിരിക്കുക, കണ്ണ് ഫ്രണ്ടിൽ കാണിക്കുക, പിന്നെ ബാക്കി ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുക. ഓക്കെ ഓക്കെ, വി ഷാൽ മൂവ് ഇൻ കേസ് ഇഫ് എവറിബഡി അക്സെപ്റ്റ് ടു ഡു ഗ്രൗണ്ടിങ് എക്സസൈസ് മൈൻഡ്ഫുള്ളി. ഓക്കെ, അപ്പം എല്ലാവരും താങ്കൾ കാലിലെ വേറെ എന്തെങ്കിലും പാദാണികളൊക്കെ ഇട്ടിരുന്നെങ്കിൽ മാറ്റിയിട്ട് പാദങ്ങൾ ഗ്രൗണ്ടിൽ ഫേമായിട്ട് വെച്ചിരുന്നാൽ കുറച്ചുകൂടെ കൊള്ളാം. അല്ലെങ്കിൽ തറയിലിരുന്നാൽ നന്നായിട്ട് ഇരിക്കുക. ദൻ സിറ്റ് എറക്റ്റ്, നട്ടല് നിമിർന്നിരിക്കട്ടെ. നിമിർന്നിരിക്കുമ്പോൾ ഞാൻ പാദങ്ങൾ രണ്ടും മുകളിലോട്ട് നോക്കി തുടയിന് മുകളിലോ ആംറസ്റ്റിന് മുകളിൽ വെച്ചോളുക. കണ്ണ് നേരെ കഴുത്തിൻ്റെ ഓൺ ലെവലിൽ ഫ്രണ്ടിൽ നോക്കിയിരിക്കുക. ഇരിക്കുന്ന സമയത്ത് ജസ്റ്റ് ട്രൈ ടു ബി ആണ് കംഫർട്ടബിൾ മോഡ്, വെരി കംഫർട്ടബിൾ മോഡ്. അതിനകത്ത് ഒരിക്കലും സ്ട്രെയിനും സ്ട്രെസ്സും പാടില്ല. ഓക്കെ, ബട്ട് ഇങ്ങനെ ഇരുന്ന് ശീലിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇരുന്നുള്ളൂ. യോഗാചാര്യന്മാരൊക്കെ എത്ര സമയമാണെങ്കിലും കാലിൽ ഇങ്ങനെ ചമ്പരമ്മ പൊട്ടിയിരിക്കുന്നത് ആദ്യം നമുക്കൊക്കെ പറ്റത്തില്ല, പക്ഷെ കുറെ കാലം ആകുമ്പോൾ അതേപോലെ മാറാൻ പറ്റും. ഓക്കെ, ഇരുന്നുണ്ട് നിങ്ങളുടെ മൈൻഡിൽ ഒരു പെർമിഷൻ എടുക്കുക. ഐ എം ഗോയിങ് ടു ഡു മൈൻഡ്ഫുൾ ഗ്രൗണ്ടിങ് എക്സസൈസ്, കൈൻഡ്ലി ഗിവ് മീ പെർമിഷൻ ആൻഡ് സപ്പോർട്ട് മീ സോ ദാറ്റ് ദ ഫുൾ ബോഡി സപ്പോർട്ട്സ് യു. ആ പെർമിഷൻ കിട്ടുന്ന സമയത്ത് കണ്ണടയ്ക്കുക. കണ്ണടച്ചിട്ട് പെർമിഷൻ കിട്ടിയില്ലെങ്കിൽ കണ്ണടയ്ക്കരുത്. പെർമിഷൻ എപ്പോൾ കിട്ടുന്നോ അപ്പോൾ മാത്രമേ കണ്ണടയ്ക്കാവൂ. അപ്പോൾ യു വിൽ ഫീൽ ലിറ്റിൽ മോർ റിലാക്സ് ആൻഡ് ലിറ്റിൽ മോർ കംഫർട്ടബിൾ ആൻഡ് ലിറ്റിൽ മോർ എൻജോയബിൾ. ആ സമയത്ത് be aware that you are doing grounding exercise and attend to whatever I try to tell you. Okay, initially we shall take 5 deep breath. Deep breath means 3 counts, 1 2 3, 3 counts inhaling, 1 2 3 4 5 6 counts exhaling. അതേപോലെ എടുക്കുക. After closing our eyes, let us go for a deep breath. Inhale, exhale. Inhale, exhale. Inhale, exhale. Inhale, exhale. Inhale, exhale. Now bring your attention to your breath again in a normal breath. Inhale, exhale. Inhale, exhale. When you attend to your breath, let any type of thought tries to disturb. Please do not get disturbed. Even if you are moving out of your attending breath, immediately bring back your attention to your breath and start do the same activity what you are doing it. Inhale, exhale. Continue, please. Now bring your attention to your foot, which is touching the ground, and start check how much pressure your feet is giving on the earth and how strong your leg is, and full blood is
going to food, then only it is coming top. That and all start realize and attend to that. Now attend to the portion which are all touching the ground. Probably it might be your or some other portion if you are sitting on the ground. If you are on the chair, only your foot might be touching. And from finger or toe to heel, every portion which are touching, kindly attend to that. Now bring your attention to your body portions which are touching either chair or other item where you are getting seated. It might be pillow or it might be some seat or it might be chair or it might be your stool, whatever it might be. അതിനെ ഏതൊക്കെ ബോഡി പോർഷൻസ് ടച്ച് ചെയ്യുന്നു, അതിൻ്റെ പ്രഷർ എത്രയാണ്, എത്ര അവിടെ പെയിൻ ഉണ്ടോ, അല്ലെങ്കിൽ ഒരു സ്മൂത്ത്നെസ് ഉണ്ടോ, അല്ലെങ്കിൽ ഫ്രിക്ഷൻ ഉണ്ടോ, ഇങ്ങനെ എനിത്തിങ് യു സ്റ്റാർട്ട് ഒബ്സർവ് ആൻഡ് അറ്റൻഡ് ടു ദാറ്റ്. Now bring your attention to your body portions which are touching other body portions. Like തുടയുടെ മുകളിലാണ് കൈ ഇരിക്കുവാണെങ്കിൽ കൈയും തുടയുടെ മുകളിൽ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഏതൊക്കെ പോർഷൻസ് ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ആംപിറ്റിന്റെ സൈഡില്, ചെസ്റ്റില് അല്ലെങ്കിൽ നെഞ്ചത്തെ സൈഡില് കൈകളൊക്കെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് എവിടെയൊക്കെ ഏതൊക്കെ പോർഷൻസ് ടച്ച് ചെയ്യുന്നുണ്ട് അതൊന്ന് ഒബ്സർവ് ചെയ്യുക. ആൻഡ് അറ്റൻഡ് ടു ദാറ്റ് and see that how much it is touching, what is the pressure on that, and how much smooth it is. Now attend to your breath. Inhale, exhale, inhale, exhale. Continue to attend to that. Now start to have deep breath. Attend to deep breath. Inhale, exhale, inhale, exhale.
Inhale. Exhale. Inhale. Exhale. Inhale. Exhale. Now tell your mind that you are trying to open your eyes, but don't open your eyes. Prior to that, just take both your hands and rub each other. When the palm gets warmness, keep over your eyelid, earlobes, and neck. Again, eyes, earlobe, neck. And try to open your eyes slowly. Probably you would have permission from your brain or mind that you are opening your eyes. Then when it gives permission, open your eyes slowly, 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 and fully. ഈ ഗ്രൗണ്ടിങ് എക്സസൈസ് ചെയ്യുന്നതിൽ നമ്മൾ നമ്മുടെ മൈൻഡിനെ ഫീൽ ചെയ്യുന്നതാണ് അനാവശ്യമായിട്ട് എക്സ്ട്രാ ഇരിക്കുന്ന ഡീവിയേറ്റഡ് അല്ലെങ്കിൽ ടർബുലൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്ന തോട്ട്സ് അല്ലെങ്കിൽ ബോഡിയുടെ കണ്ടീഷൻ നമ്മൾ നോർമൽ ആകും ഇത് സംഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. ബൈ ആൻഡ് ലാർജ് ഫൈനലി ഇഫ് ഐ സേ ദാറ്റ് മൈൻഡ്ഫുൾനെസ് എക്സസൈസ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും പറഞ്ഞാൽ പ്രീഫ്രണ്ടൽ കോർട്ടക്സിന് ഗ്രേ മാറ്റർ തിക്നെസ് കൂടുന്നു. വെൻ പ്രീഫ്രണ്ടൽ കോർട്ടക്സ് ഗ്രേ മാറ്റർ തിക്നെസ് ഇൻക്രീസസ്, യുവർ ഡിസിഷൻ മേക്കിംഗ് ഈസ് ഫാസ്റ്റർ ആൻഡ് ഫെയർ ആൻഡ് റൈറ്റ് വൺ. നമ്മൾ റോങ് ഡിസിഷൻ എടുക്കില്ല. ഗ്രേ മാറ്റർ തിക്നെസ് കൂടുമ്പോൾ ഫാസ്റ്റർ ആയിട്ട് ഡിസിഷൻ എടുക്കും. നല്ല ഡിസിഷൻ ആയിരിക്കും, കറക്റ്റ് ഡിസിഷൻ ആയിരിക്കും. And amygdala will not be able to hijack your decisions അല്ലെങ്കിൽ your emotions. ഇതിനാണ് നമ്മൾ ഇത്രയും ചെയ്യുന്നത്. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ amygdala hijack will reduce because gray matter thickness of amygdala will reduce and gray matter thickness of prefrontal cortex increases. ഞാനൊരു ബ്രെയിനിന്റെ ഒരു പിക്ചറൊക്കെ കാണിച്ചിരുന്നു തോന്നുന്നു പണ്ടൊക്കെ, അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം പൊക്കുവാണെങ്കിൽ കാണിച്ചുതരാം. അതിന് ഗ്രേ മാറ്റർ തിക്നെസ് കൂടുമ്പോൾ എന്തൊക്കെ നല്ല ഡിസിഷൻസ് എടുക്കും. അപ്പം അതുകൊണ്ടാണ് നല്ല ഡിസിഷൻ, ഫെയർ ഡിസിഷൻസ് ആൻഡ് സ്മൂത്ത് ഡിസിഷൻസ് എടുക്കുമ്പോൾ നാട്ടുകാരും എല്ലാവരും നമ്മളെ സമ്മതിക്കും, നമ്മളെ അക്സെപ്റ്റ് ചെയ്യും. അക്സെപ്റ്റ് ചെയ്യുമ്പോൾ വി വിൽ ബിക്കം acceptable person in the society too. Means I become acceptable person me first to the society. So in holistic mindfulness part 3, I would like to say only thing. Extra this today I talked about pain and pleasure a little bit. Rest all almost a repeated topic. Periodically aware, attend and live in the present moment without a prejudgment. Enjoy that moment, live moment to moment with curiosity. Beginner's mind, let it go. ഈ 7 വാക്കുകൾ ഞാൻ തിരിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ 7 വാക്കുകളേ ഉള്ളൂ പരമാവധി. 7 വാക്കുകളും നമ്മൾ ഉപയോഗിക്കുന്നതിൽ ഒരു എക്സ്ട്രാർഡിനറി ഉണ്ടെന്ന് പറഞ്ഞു തരാനാണ് ഞാൻ ശ്രമിച്ചത്. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു എവറിബഡി. പിന്നെ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കൂ, ഇല്ലെങ്കിൽ നമുക്ക് ഇളങ്കോസ് സാറിനെ നേരത്തെ വിടാം. സാർ ഭയങ്കര ടയർഡാണ്. അത് മാത്രമല്ല സാർ, ഇന്ന് 8:30 എനിക്ക് മറ്റേ ഇതിലെ അഡ്വക്കേറ്റ് അല്ലെങ്കിൽ ഫ്രൈഡേ ക്ലബിൽ ഒരു ചെറിയ പ്രോഗ്രാം ഉണ്ട്. സാറേ നമസ്കാരം. നമസ്കാരം മാഡം. ഇരുന്നോണ്ട് ജാ- മാത്രം ചെയ്യാൻ സാറ് സാറേ, അതോ എങ്ങനെ വേണേലും ആസിറ്റീസിൽ ഇരിക്കാമല്ലോ ഗ്രൗണ്ടിങ് എക്സസൈസ്? ഏതാ സാർ? കിടന്നോണ്ട് ഈ പറയുന്ന ഗ്രൗണ്ടിങ് എക്സസൈസ് ചെയ്തുകൂടെ സാർ? സാർ ചെയ്യാം, എവിടെ ചെയ്താലും ഈ മൈൻഡ്ഫുൾനെസ് ഇങ്ങനെ ചെയ്യാവൂ അങ്ങനെ ചെയ്യാവൂ എന്ന് സെപ്പറേറ്റ്ലി വലുതായിട്ട് ഡിഫൈൻ ചെയ്യുന്നില്ല. ഓരോരോ ആൾക്കും ഓരോരോ രീതിയിൽ ചെയ്യാം. ഒറ്റ കാര്യമേ ഉള്ളൂ, യു ഷുഡ് അറ്റൻഡ് ടു ദാറ്റ് ആക്ടിവിറ്റി. എങ്ങനെ അറ്റൻഡ് ചെയ്യും സാർ? കിടന്ന് ചെയ്യുമ്പോൾ ഒരു ചെറിയ എക്സ്ട്രാ ഒരു ഇതും കൂടെ ഉള്ളത് എന്താന്ന് പറഞ്ഞാൽ എ റിസ്ക് ഓഫ് ഗെറ്റിംഗ് സ്ലീപ്നെസ്. വെൻ യു ഗെറ്റ് മോർ റിലാക്സേഷൻ, പകുതിയിൽ ചിലപ്പം സാറ് ആ ആക്ഷനെ വിട്ടുപോയി ഉറങ്ങിപ്പോകും. അപ്പോൾ അതിന് പകരമാണ് നമ്മൾ ഇരിക്കാൻ പറയുന്നത്.
ചെയ്യുന്നവർ ചെയ്യാം, സ്മൂത്തായിട്ട് ചെയ്യാം. ഇനിഷ്യലി 1-2 പ്രാവശ്യം സാർ ചിലപ്പോൾ ഉറങ്ങും. 2 മിനിറ്റ് 5 മിനിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് 2 മിനിറ്റ് കൊണ്ട് ചെയ്തിട്ട് ഉറങ്ങി അരമണിക്കൂർ കഴിഞ്ഞായിരിക്കും ഉണർന്നത്. ആഫ്റ്റർ 1 or 2 attempt you will regain yourself. സാർ ഉറങ്ങാതെ ചെയ്യാൻ പറ്റും. ഇനിഷ്യലി ഈ ഗ്രൗണ്ടിങ് എക്സസൈസ്, റിലാക്സേഷൻ ടെക്നിക്സ് കൊടുക്കുമ്പോൾ ഒരു 45 തൊട്ട് 50% ആൾക്കാർ ഉറങ്ങുന്നതാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്. അത് കിടന്നാൽ പ്രത്യേകിച്ച് കിടക്കുന്ന സമയത്ത് 100% ഇരിക്കും. ഈവൻ ഇരുന്ന് ചെയ്യുമ്പോൾ പോലും ഒരു 25% ആൾക്കാർ ചിലപ്പം അവരുടെ കോൺഷ്യസ്നെസ് വിട്ടുപോകും. അവർ എക്സ്ട്രാ റിലാക്സ് ചെയ്യുന്നുണ്ട്. സാർ ഞാൻ കയറാം സാർ, ഒരു 3 മിനിറ്റ്സ്. ഞാൻ സാബു സാറിന്റെ ക്ലാസ്സിലാണ്, ഇപ്പൊ വരാം. ഓക്കെ സാറേ, സാർ, നമസ്കാരം. അതിന്റെ പെട്ടെന്ന് ഓക്കെ സാർ, താങ്ക്സ് ലോട്ട്, താങ്ക് യു. പെട്ടെന്ന് ആർക്കെങ്കിലും സംശയം പറഞ്ഞോ. ആണെങ്കിൽ വിളിക്കാം. സാറ് പറഞ്ഞത് കറക്റ്റ് ആണ്. നമ്മള് യോഗ കിടത്തിയിട്ട് മെഡിറ്റേഷൻ ചെയ്യുമ്പോ പിന്നെ നമ്മൾ കേൾക്കുന്ന അപ്പുറപ്പുറമുള്ളവരെ കൂർക്കം വലിയായിരിക്കും. പിന്നെ അതെ, ഇന്നിപ്പോ അതെ. സാറ് ചെയ്യിക്കുമ്പോ ഉണ്ടല്ലോ, ഞാൻ ആദ്യം ചിന്മുദ്രയിൽ വെച്ചിരുന്നു തൊടയില്. പിന്നെ ആ കമഴ്ത്തി വെച്ചിട്ടാകുമ്പോ എനിക്കിങ്ങനെ 2 കൈയിലും ബ്ലഡ് ഇങ്ങനെ പോകുന്ന ഞാൻ ഫീൽ ചെയ്തു സാറേ. എനിക്ക് വളരെ സന്തോഷം തോന്നി. താങ്ക് യു. മാഡം അത് നല്ല പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടാണ് മാഡത്തിന് ആ ഇന്റേണൽ ബോഡി ഫ്ലോ വരെ മാഡത്തിന് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നു. റിയലി താങ്ക്ഫുൾ മാം, താങ്ക് യു. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. സീ യു, ഗുഡ് നൈറ്റ്. നമുക്ക് Sir, നാളെ ഒരു അതെ, ഐ മേ ബി Okay. ഗിവൻ പെർമിഷൻ ടു മൂവ്. താങ്ക്സ് ലോട്ട് സർ, Okay, sir. താങ്ക് യു. നാളെ നമുക്കൊരു ബുക്ക് റിവ്യൂ ആണ്. ഹൗ ടു സെൽഫ് ഹീൽ, എങ്ങനെ സ്വയം നമ്മളുടെ ശരീരത്തെ സുഖപ്രദമാക്കാം എന്നുള്ള ഒരു ബുക്ക് റിവ്യൂ ആണ്. ഫാത്തിമ ബീവിയാണ് എടുക്കുന്നത്. ഓക്കെ, നമുക്ക് നാളെ കാണാം. ഓക്കെ, സീ യു ആൻഡ് ഗുഡ് നൈറ്റ്.